E-Master Medical Engineering Entrance Coaching Classes at Kochi Geo Info Park. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങളുടെ എല്ലാം അനുമതിയോടെ നമ്മൾ ആരംഭിക്കുന്നു മൈ ജി ഫ്ലവേഴ്സ് 1 കോടി. ഞാനൊരു ചെറിയ കഥ പറയാം. കാട്ടിലൂടെ വിശന്നു വലഞ്ഞൊരു ചെന്നായ് വരികയായിരുന്നു. അപ്പോഴാണ് വഴിയരികിൽ ഒരു കഴുത കിടക്കുന്നത് കണ്ടത്. അപ്പോ തനിക്ക് ഭക്ഷണത്തിലുള്ള സാധനമായല്ലോ എന്ന് കരുതി ചെന്നായ് ചാടിയെടുത്തു. അപ്പോഴാണ് കഴുത പറഞ്ഞു, 1 സെക്കൻഡ്, ഒരു റിക്വസ്റ്റ് പറയാനുണ്ട്. എൻ്റെ കാലിൽ ഒരു വലിയ മുള്ള് തറച്ചിട്ടുണ്ട്, അതൊന്ന് ഊരിയെടുത്തിട്ട് അങ്ങ് ഭക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോ ചെന്നായ വിചാരിച്ചു, എന്തായാലും വായിൽ മുള്ളു കൊള്ളത്തുമില്ല, എടുത്തു കൊടുത്തിട്ട് കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് ഈ മുള്ളു വളരെ പണിപ്പെട്ട് എടുത്തു കൊടുത്തു. മുള്ളു മാറിയതും കഴുത ഫോമിലായി. കഴുത ചെന്നായിക്കിട്ടൊരു ഒറ്റ തൊഴി കൊടുത്തു. അപ്പോ താഴെ വീണു ചെന്നായി. കഴുത ഒരോട്ടം വെച്ചു കൊടുത്തു. ചെന്നായി ആലോചിച്ച കാര്യമുണ്ടല്ലോ, തിന്നലല്ലേ നമ്മുടെ പണി, ചികിത്സയല്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ അറിയാവുന്ന പണിയെ നമ്മൾ ചെയ്യാവൂ, അറിയാത്ത പണിക്ക് നമ്മൾ പോകരുത്. ഈ നല്ല ഒരു ആശയത്തോടെ നമുക്ക് ആരംഭിക്കാം മൈ ജി ഫ്ലവേഴ്സ് 1 കോടി. ഇന്ന് ആരാണാവോ ഈ മത്സരവേദിയിലേക്ക് എന്നോട് പോരാടാൻ എത്തുന്നത്? വരുന്നു അഞ്ചൽ കരുകോണിൽ നിന്ന് അമൃത എസ്. ഹായ് അമൃത. ഹായ് സാർ. ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? കൊറോണ ആയോണ്ട് പ്ലാനിംഗ് ഒന്നും ഇല്ല, തട്ടിമുട്ടിയൊക്കെ അങ്ങോട്ട് പോണു. തട്ടാതെ മുട്ടാതെ കൊറോണ കഴിഞ്ഞാ പോകാൻ പറ്റുമോ? ഇല്ല സാറേ, പറ്റത്തില്ല. പാടാ. എന്തുകൊണ്ട്? മുന്നോട്ട് ജീവിക്കണമെങ്കിൽ ഒരു തൊഴിൽ ആവശ്യമാണ്. പിന്നെ ഒരുപാട് ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുണ്ട്. ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്, ഇഷ്ടം പോലെ. പക്ഷെ അതെല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന തന്നെയാണോ? അതാണൊരു സംശയമല്ലേ. അഞ്ചൽ കരുകോണിൽ ജനനം. അഞ്ചൽ കരുകോണിൽ ജനനമാണെങ്കിലും ഒരു 3.5 വയസ്സ് വരെ തിരുവനന്തപുരം ജില്ലയില് പള്ളിക്കല്ലും മടവൂരായിരുന്നു. ഇപ്പൊ എവിടാ ഇപ്പൊ ഞങ്ങള് വിളയാടുന്നത്? ഇപ്പൊ അഞ്ചലാ സാറേ, കർമ്മമണ്ഡലം അഞ്ചലാണ്. അഞ്ചലാണ്. ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞു? അത് കഴിഞ്ഞു സാർ. ഇപ്പൊ എന്താ ചെയ്യുന്നേ? ഇപ്പം ജോലിയൊന്നുമില്ല. ഞാൻ എന്താ പഠിച്ചത്? ഞാൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. കഴിഞ്ഞു, ഇപ്പൊ ഇറങ്ങി. ഓൺലൈൻ ബാച്ച് ആയിരുന്നു, നന്നായി പാസ് ഔട്ട് ആയി. സപ്ലി ഒന്നും ഇല്ലാതെ പാസ് ഔട്ട് ആയി. ഇല്ല, ഇതുവരെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഒരു സപ്ലി പോലും ഇല്ലെന്ന് പറഞ്ഞാല് അത് പറയാൻ എളുപ്പ സാറേ, പക്ഷെ അത് എഴുതിയെടുക്കാനുണ്ടല്ലോ നല്ല പാടാണ്. അപ്പൊ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? അമ്മയുണ്ട്, അച്ഛനുണ്ട്, ഒരു അനിയത്തി ഉണ്ട്. അനിയത്തി എന്താ ചെയ്യുന്നത്? BA മലയാളം നിലമേൽ NSS കോളേജിൽ ഇപ്പൊ കഴിഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് പാസ് ഔട്ട് ആയി വരാ. അപ്പൊ ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയാലോ? ആദ്യം ഇരിക്കുന്നത് അതെന്റെ അനിയത്തിയാണ്, പാർവതി. അനിയത്തി കുട്ടിയുടെ പേര് പാർവതി അല്ലേ? BA മലയാളം ഫീ, നിലമേൽ NSS കോളേജ്. അതെ. അമ്മയാണ്? അമ്മയാണ് ദൈവം. അതെ, അമ്മയാണ് ദൈവം. അമ്മയാണ് എന്റെ കൂട്ടുകാരി. അമ്മയിൽ നിന്ന് ചിലതൊക്കെ വിളിക്കുന്നുണ്ട്, അതൊക്കെ എന്റെ ദൃഷ്ടിപ്പെട്ടിട്ടുണ്ട്. അമ്മ സ്വന്തം നാട് കരുകോൺ തന്നെയാണോ അതോ അവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതാണോ? എന്താ? എന്റെ നാട് കരുകോൺ തന്നെയാണ്. കരുകോൺ തന്നെയാണ്. കെട്ടിയവനാണ് അതിൽ അവിടേക്ക് വന്നത് അല്ലേ? അപ്പൊ ഇത് ആരാണ്? ഞാൻ അമൃതയുടെ ഫ്രണ്ടാണ്. എന്റെ പേര് മിഷ. പേരൊന്നുകൂടെ പറഞ്ഞു. മിഷ. 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 അങ്ങനെയും പേരുണ്ടല്ലേ? ഉണ്ട്. ഓക്കെ. ഞാൻ അമൃതയുടെ കൂടെ എഞ്ചിനീയറിംഗ് 4 ഇയേഴ്സ് പഠിച്ചതാ. വീട് എവിടെയാ? എന്റെ വീട് പുന്തല. പുന്നലയല്ലേ? അതെ. ഓക്കെ, നല്ല കാര്യം. പുന്നലക്കാരൊക്കെ നല്ല എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരാ. താങ്ക് യു. അപ്പൊ മിഷ വല്ല ജോലിയിൽ എങ്ങനെ പോയി? അതോ ഇപ്പൊ ഞാനിപ്പം TCS വർക്ക് ചെയ്യുക. 2 months ആയി. ഗുണപരമായിട്ട് എന്തെങ്കിലും നടന്നോ? വല്ല
സപ്ലി വല്ലതും കയ്യിലുണ്ടോ? ഇല്ലില്ല. ഇയാളൊക്കെ എന്ത് വിദ്യാർത്ഥിനിടെ. ഞങ്ങളുടെ കോളേജില് പഠിപ്പിയാണ് ഞങ്ങളുടെ പഠിപ്പിസ്റ്റാണ് അല്ലേ? മിഷയാണ് പഠിപ്പിസ്റ്റ്. ഓക്കെ, അപ്പൊ പിടിവള്ളി കൊണ്ടുവന്നെയാണോ വിജ്ഞാനിയായിട്ടുള്ള ആളിന്? നന്നായി നന്നായി. അപ്പൊ ഇവിടെ കയറിയപ്പോഴേ വലിയൊരു വേദിയാണല്ലോ ഇത് എന്നല്ലേ പറയുന്നത്? പറഞ്ഞതല്ല, ആണ് സാർ. ആണ്. അപ്പൊ നമ്മള് പറഞ്ഞാൽ തള്ളലാന്ന് പറയാം. ഇല്ല, ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഈ ഒരു വേദിയില് ഒരു ഫുഡ് സ്റ്റെപ്പ് വെക്കണമെങ്കിൽ എന്തോരം കടമ്പയുണ്ട് സാർ. അതെല്ലാം കടന്ന് ഇവിടെ വന്നെങ്കിൽ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. ഉണ്ണിമായ ടേണ്ട് അമൃത SS. അതൊരു കാര്യം. അതായത് ഞാൻ ജനിച്ച സമയത്ത് എന്റെ അമ്മയുടെ ചേച്ചിയുടെ മോള് അമ്മയുടെ കാര്യം എന്ന് പറഞ്ഞു, കുഞ്ഞമ്മ ജനിക്കുന്ന വാവയ്ക്ക് ഉണ്ണിമായെന്ന് പേരിടണമെന്ന്. അപ്പൊ ചേച്ചി അങ്ങ് പോയി, വേറെ സ്ഥലത്തേക്ക് പോയി. അപ്പൊ ആ ഓർമ്മയ്ക്ക് എനിക്ക് ഉണ്ണിമായെന്ന് ചെവിയില് പേരൊക്കെ പറഞ്ഞു എല്ലാരും ഉണ്ണി ഉണ്ണീന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം ഞങ്ങളൊരു ഫാമിലി ആയി താമസിക്കാൻ തുടങ്ങിയപ്പോഴത്തേന് റേഷൻ കാർഡൊക്കെ വേണമല്ലോ നമുക്ക് ജീവിക്കണമെങ്കില്. അപ്പൊ എന്റെ അച്ഛൻ പേര് ഉണ്ണിമായയിൽ നിന്നും അമൃതയിലേക്ക് മാറ്റി. അതായത് യുയിൽ നിന്നും എയിലേക്ക് എപ്പോഴും അങ്ങനെയാ നല്ലത് അല്ലേ? പക്ഷേ എനിക്കത് ഇഷ്ടമല്ലായിരുന്നു, പേര് പറയാൻ അറിയത്തില്ലായിരുന്നു. പിന്നെ ക്ലാസ്സിൽ എല്ലായിടത്തും 1 to 5 എന്റെ റോൾ നമ്പർ. എനിക്ക് കോപ്പി അടിക്കാൻ പറ്റില്ല. വലിയ പാടല്ലേ? ഭയങ്കര പാടാ. എഴുത്തൊക്കെ ഇഷ്ടപ്പെട്ട കലയാണോ? തീർച്ചയായും സാർ. ആവർത്തിക്കണ്ട. ഇല്ല, യൂണിവേഴ്സിറ്റി എക്സാമിന് ഞാൻ ചെയ്യത്തില്ല. ഇന്റേണൽസ്, ടെസ്റ്റ് പേപ്പേഴ്സ് അതൊക്കെ. ഓക്കെ, ഈ മാർക്കറ്റ് അധ്യാപകരൊക്കെ ഇപ്പൊ ടെൻഷനായി കാണും. ഓക്കെ, അവർക്ക് ടെൻഷനായി കാണും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഹാർട്ട് ബീറ്റ് നോക്കിയാലോ? തീർച്ചയായും സാർ. വലിയ വേദി വന്നാന്നല്ലേ പറഞ്ഞത്? അഭിമാനം തോന്നുന്ന നിമിഷമല്ലേ? അപ്പൊ എങ്ങനെയാണ് ഹൃദയം പിടിക്കുന്നതെന്ന് അറിയണ്ടേ? ഹൃദയം പട്ടപ്പട്ടാന്നിരിക്കുക. ഹാർട്ട് ബീറ്റ് അളക്കൂ, നിഷ്കരണം. കൂടുന്നുണ്ടല്ലോ. 114 മോശമല്ല. അഞ്ചലിയാർക്ക് വേരി ഇട്ടിക്കത്തില്ല. ഉണ്ട്, അത്യാവശ്യം ഉണ്ട് 114. പക്ഷെ അതിപ്പോ റിലാക്സ് ആവും. നമ്മൾ കളി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് 95, 94, 90 ഇങ്ങനെ കിടന്ന് കളിക്കത്തേ ഉള്ളൂ. ഓക്കെ, റെഡി അല്ലേ? എന്താ കുട്ടേട്ടാ? എന്റെ കാര്യം പറഞ്ഞില്ല. ഇതാണ് കുട്ടേട്ടൻ. ചെറുപ്പക്കാരികളുടെ ഹരമാണ്, കുട്ടികൾക്ക് അതിലും ഹരം. എനിക്ക് കുട്ടേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. കുട്ടേട്ടന് വലിയ ഇഷ്ടമാണ് പെൺപിള്ളേർ വല്ലതും ചോദിക്കും. എനിക്ക് കുട്ടേട്ടന്റെ ഒരു മിനിയേച്ചർ ഫോം വേണം. ചെറിയ കുട്ടേട്ടനെ? കുഞ്ഞു കുട്ടേട്ടനെ. അതിനെ കുട്ടേട്ടൻ വിചാരിച്ചാൽ പറ്റുമോ? വിചാരിച്ചാൽ പറ്റാതെ ഒന്നുമില്ല. കുട്ടേട്ടൻ ഇതൊക്കെ പറഞ്ഞ് കുട്ടേട്ടനെ വഴി തെറ്റിക്കരുത്, എനിക്കതേ പറയാനുള്ളൂ. ഞാൻ ഡീസന്റാ സാർ. ആണോ? കുട്ടേട്ടനും ഡീസന്റാ. ഞാൻ 2 പ്രാവശ്യം ഡീസന്റ് ആണ്. അതാണ് കുട്ടേട്ടന്റെ പ്രത്യേകത. കുട്ടേട്ടൻ ശ്രമിക്കും എന്തായാലും. തീർച്ചയായിട്ടും ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. നമുക്ക് നോക്കാം. കുട്ടേട്ടാ ഊരും. അങ്ങനെ പറയില്ല. ഇല്ല സാർ, ഞാൻ ഇലക്ട്രിക്കലാ, ഞാൻ ഫീസ് കെട്ടും അല്ലേ? എങ്കിൽ നമുക്ക് നോക്കാം. ആ കുട്ടി കെട്ടും. അങ്ങനെയാണ് ഇവിടെ എന്റെ അടുത്താണ് കളി. കുട്ടേട്ടൻ നൊട്ടും. ഇല്ല, കുട്ടേട്ടന്റെ ഫാൻസ് ഭയങ്കര ഫാൻസാ, സ്റ്റേറ്റ് വൈഡ് ആയിട്ടായി. അതെ, പിന്നെ ഹർത്താലൊക്കെ ആയി കഴിഞ്ഞാൽ സാറിന് ബുദ്ധിമുട്ടാവും കേട്ടോ. വലിയ പ്രശ്നമാവും. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പോ ഓക്കെ സാർ. അപ്പോ വെള്ളം കുടിക്കണോ? ഇവിടെ വേറെ ആളുണ്ട്. വേണം. കുഞ്ഞിരാമൻ. ഞാൻ വിളിക്കട്ടെ? വിളിച്ചോളൂ. കുഞ്ഞിരാമോയ്. അപ്പൊ പറഞ്ഞു വിട്ടോളൂ, ഊട്ടി പൊക്കോളാൻ പറഞ്ഞാൽ മതി. കുഞ്ഞിരാമ ഇപ്പൊ പൊക്കോട്ടോ, പിന്നെ വിളിക്കാവേ. ഇനി ആദ്യം നമ്മുടെ നിർണായകമായ ഒരു തീരുമാനം മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. 10 ചോദ്യങ്ങളുടെ 1 കോടി, അല്ലെങ്കിൽ 20 ചോദ്യങ്ങളുടെ പതുക്കെ 1 കോടിയിലേക്ക് പോയാ മതി അല്ലേ? ആയൂര്, അഞ്ചൽ വഴി കരികോട്, അങ്ങനെയാ പോകേണ്ടത് അല്ലേ? പതുക്കെ 20 ചോദ്യങ്ങളുടെ. റെഡി ആയിക്കോളൂ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മോണിറ്റർ പ്ലീസ്. രൂപയുടെ ചോദ്യമാണ്. കിരീടം എന്ന ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരെന്താണ്? ഓപ്ഷൻ എ ഉണ്ണി, ഓപ്ഷൻ ബി ബാലഗോപാലൻ, ഓപ്ഷൻ സി സേതുമാധവൻ, ഓപ്ഷൻ ഡി അനന്തൻ, ഓപ്ഷൻ ഇ കീലേരി അച്ചു. നല്ല ക്വസ്റ്റ്യൻ ആണ് സാർ. കൺഫ്യൂഷൻ വന്നോ? ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഈ പഴയ സിനിമ അധികം നമ്മൾ കാണുന്നില്ല. ഇപ്പൊ ഈ ന്യൂ ജനറേഷൻ ന്യൂജൻ സിനിമകളെ കാണുന്നുള്ളൂ അല്ലേ? എന്നാലും അമൃത നോക്കിക്കോ. ഈ ട്രോളിലൊക്കെ കണ്ടിട്ടുള്ളത് വെച്ചിട്ട് കിരീടം സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല, കരഞ്ഞു വരുന്ന ആ സീൻ ഉണ്ടല്ലോ, അത് ഓർമ്മയുണ്ട്.
അത് ഓർമ്മയുള്ളൂ. ആ അതെ. പാട്ട് ആ. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി അതാണോ? അതെ അതെ അത് തന്നെയാണ്. ഓക്കേ. ഓപ്ഷൻ സി സേതുമാധവൻ. ഉറപ്പിക്കാം. കൂട്ടാമോ അത്? കൂട്ടാം സർ. ഈലേരി അച്ഛന് സ്കോപ്പൊന്നും ഇല്ലല്ലോ. അതൊരു ഗുണ്ടാ പേരല്ലേ? ഗുണ്ടാ പേരാണോ? ആ. എങ്കിൽ പിന്നെ അച്ഛനെ വിട്ടേക്കാം അല്ലേ? സേതുമാധവൻ പൂട്ടാം. കൂട്ടട്ടോ? കൂട്ടട്ടോ? കൂട്ടാം സർ. കൂട്ടാം സർ. പോയാ 10,000 രൂപ. പക്ഷെ എനിക്ക് സാറിനെ കാണാൻ പറ്റില്ലേ? അതാണ് സാർ എനിക്ക് ഏറ്റവും വലുത്. അതാണ്. ഓക്കെ, ഞാൻ ഇങ്ങനെ ഒരാളെ കാത്തിരിക്കുകയായിരുന്നു, കരുകോണിൽ നിന്ന് വരുന്ന ഒരാളെ. ഓക്കെ, അപ്പോ സേതുമാധവൻ എന്ന് താങ്കൾ പറഞ്ഞ ഓപ്ഷൻ സി ഉത്തരം ശരിയല്ല എന്ന് പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും ഉത്തരം ശരിയാണ്. സേതുമാധവനാണ്. കിരീടത്തിലെ സേതുമാധവൻ എന്ന് പറയുന്നത് മോഹൻലാൽ അവതരിപ്പിച്ച ഏറ്റവും 10 കഥാപാത്രങ്ങൾ എടുത്താൽ അതിലൊന്ന്. അതെ സാർ. ഇനി ഞാൻ കാണും അതാ സിനിമ. കാണും ഞാൻ. കാര്യം 10,000 രൂപ കിട്ടിയ കേസാ. അതെ, എനിക്ക് നന്ദിയുണ്ട്, സ്മരണയുണ്ട്. സ്മരണ വേണം, സ്മരണ. ആ ഓക്കെ. അപ്പൊ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? കാര്യമായിട്ട് പോകുന്നുണ്ടോ? ജീവിതം അത്ര സുഖകരമല്ല. അല്ല അല്ല, നമ്മൾ ഈ ആഗ്രഹിച്ച കാര്യം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും. എന്തായിരുന്നു ആഗ്രഹിച്ചത്? ആഗ്രഹിച്ചത് ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് സാർ. നല്ലൊരു കാര്യം പറഞ്ഞ് പുറത്ത് പറയാൻ കൊള്ളാവുന്നത്. സാർ എന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കും, ചിലതൊന്നും പുറത്ത് പറയാൻ പറ്റത്തില്ലല്ലോ നമുക്ക്. അതിൽ ഏറ്റവും വലുതെന്ന് വെച്ചാൽ പ്ലസ് 2 കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് എല്ലാരെയും പോലെ മെഡിക്കൽ എൻട്രൻസിൽ പോയതൊന്നും അല്ല. എനിക്ക് എന്റേതായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പട്ടാളത്തിൽ സേവിക്കണം, പട്ടാളത്തിൽ പോകണം, AFMCയില്. പക്ഷേ പഠന മികവ് നന്നായി വർക്ക് ചെയ്തു സാർ. എന്റെ 100% ഞാൻ ആ ഒരു കൊല്ലം വർക്ക് ചെയ്തു. പക്ഷെ എനിക്ക് അത് എന്താ പറയാ, എക്സാം വന്നപ്പോ അതുപോലെ എന്റെ ആ ഒരു കഴിവ് എനിക്ക് അവിടെ കാണിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അമ്മ എന്നെ വിട്ടതുമില്ല, പിന്നെ പോയില്ല. പക്ഷെ ഇനി സമയമുണ്ടല്ലോ. ഇനി സമയമുണ്ട്. അത് ഞാൻ വിചാരിച്ചു വളരെ എളുപ്പമുള്ള ഏതെങ്കിലും സബ്ജക്റ്റിൽ ഒരു ഡോക്ടറേറ്റ് എടുക്കണം. വല്ല കർണാടകത്തിലോ തമിഴ്നാട്ടിലോ പോയി എനിക്ക് പേരിന്റെ ഫ്രണ്ടിൽ ഡോക്ടർ അമൃത SS അത് വേണം. ഡോക്ടർ അമൃത എന്ന് എഴുതണം. അത്രേ ഉള്ളല്ലോ ആഗ്രഹം. അത് വളരെ എളുപ്പം. പക്ഷെ വിലക്ക് വാങ്ങിക്കരുത്. ഇല്ല സാർ, വിലക്ക് വാങ്ങില്ല. വലിയ ആൾക്കാർ വിലക്ക് വാങ്ങിക്കും. സാറിന് ഇവിടെ വെച്ച് ഉറപ്പായിരുന്നു. ഓക്കെ. അപ്പൊ പഠിച്ചത് ഏത് സ്കൂളിലാ? പഠിച്ചത് കരുകോണ് തന്നെ ഗവൺമെന്റ് സ്കൂളിലാണ്. അവിടെയല്ലേ അമ്മ പഠിപ്പിച്ചത്? അതെ, അമ്മ പഠിച്ചതും ആ സ്കൂളിലാണ് സാർ. അമ്മ പഠിച്ചതും അമ്മ പഠിപ്പിച്ചതും അവിടെയാണ്. അതെ. അമ്മ പഠിപ്പിക്കുമ്പോ മകൾ അവിടെ ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ പഠിക്കാൻ കയറി കുറെ കഴിഞ്ഞതിന് ശേഷം അമ്മ വന്നത്. ഇതിന്റെ നാക്കുകൊണ്ട് അമ്മ നന്നായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടാവും അല്ലേ? ഓക്കെ, എനിക്ക് തോന്നുന്നു. ടീച്ചറായിട്ട് എത്ര കൊല്ലം പഠിപ്പിച്ചു? ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ടോ? ഉണ്ട്. ഈ കരുവോൺ സ്കൂളിൽ തന്നെയാണോ? 2012 കയറിയതാണ്. 12 കയറിയതാ. ഏത് വിഷയമാണ് പഠിപ്പിക്കുന്നത്? ഞാൻ പ്രീ പ്രൈമറി ആണ്. വിഷയത്തിന്റെ ആവശ്യമില്ല. ഓക്കെ. ഇന്ന് അച്ഛൻ എന്താ വരാഞ്ഞ്? അച്ഛൻ ഷാർജയിലാണ്. ഓഗസ്റ്റില് പോയതേ ഉള്ളൂ. കൊറോണ കാരണം 6 മാസത്തോളം വീട്ടിലുണ്ടായിരുന്നു. 4-6 മാസത്തോളം വീട്ടിലുണ്ടായിരുന്നു. പിന്നെ പോക്കൊരു അനിശ്ചിതത്വം ആയിരുന്നു, എങ്ങനെ പോകും എന്നുള്ളതായിരുന്നു. അപ്പൊ ഡയറക്റ്റ് ഫ്ലൈറ്റ് വന്നു, പെട്ടെന്ന് കയറിപ്പോയി പുള്ളിക്കാരൻ. 2 പെമ്മക്കളാണേ സാറേ, ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? അപ്പൊ ഇത് രണ്ടിനെയും കൂടെ കെട്ടിച്ചയക്കാൻ വേണ്ടിയാണോ അച്ഛൻ ഷാർജയിൽ പോയിരിക്കുന്നത്? കെട്ടിക്കില്ല, പഠിപ്പിച്ചിട്ട് അമ്മ പറയുന്നുണ്ട് ഇപ്പഴേ അങ്ങനെ ഒന്നും പറഞ്ഞ് വീട്ടിലേക്ക് വരണ്ട, പഠിച്ച് സ്വന്തം കാര്യം നിക്ക. അത് കഴിഞ്ഞിട്ട് പറയുന്ന പിള്ളേരെ വല്ല പ്രേമമൊക്കെ പെട്ട് അങ്ങ് പോകുന്നത്? ഇല്ല, ഞാൻ പോവില്ല. ആരെങ്കിലും പ്രേമിച്ചോ? ആരെങ്കിലും പ്രണയിച്ചോ ജീവിതത്തിൽ? സാറേ കുട്ടേട്ടൻ വെച്ചിട്ടുണ്ട് എവിടെയോ ഒരു പ്രണയത്തിൽ കുരുങ്ങി. പഠിപ്പിച്ചിനോട് ചോദിക്കും ഞാൻ വളരെ രഹസ്യമായി വെച്ചേക്കായിരുന്നു. ഈ ഇടയ്ക്കാ ഞാൻ അവളോട് തന്നെ പറഞ്ഞത്. ആണോ? എന്നിട്ട് അവള് ഞെട്ടിപ്പോയി. ഞാൻ കൂടെ നിന്ന് ചതിച്ചു എന്ന് അവള് വിചാരിച്ചു. ആണല്ലേ? അവൾക്കോ പ്രേമിക്കാൻ പറ്റിയില്ല എന്നാണോ? അതെ അതെ. ഓക്കെ. അപ്പൊ ആ പ്രണയത്തിന് എന്ത് സംഭവിച്ചു? പ്രണയം ട്രാഫിക് ആയിരുന്നു? അല്ലല്ല, എനിക്ക് തോന്നി, ഞാൻ പറഞ്ഞു നേരെ വാ നേരെ പോ. എനിക്കിപ്പോ തോന്നിക്കഴിഞ്ഞാൽ ഞാനത് പറയും. അങ്ങനെ തോന്നിയില്ല, വഴിക്ക് പോയി. ഓക്കെ, നന്നായി. ആ മനുഷ്യൻ രക്ഷപ്പെട്ടു എന്നേ നമുക്ക് പറയണ്ടു. അല്ലെ, പുള്ളി ഇപ്പൊ വീട്ടിലിരുന്ന് കാണുന്നുണ്ടാവും. പേരോ അഡ്രസ്സോ ഒന്നും പറയരുത്. ഈ മിഷ ഒരു ഷോക്കേറ്റ് ഇല്ലയോ? നിങ്ങൾ രണ്ടുപേരും ഒരാൾക്കാണോ റിക്വസ്റ്റ് കൊടുത്തത്? രണ്ടുപേരൂടെ? അല്ലല്ലോ. എന്റെ സംശയതാ. പഠിപ്പിച്ചേ? കുഴപ്പമില്ലല്ലോ. ഇല്ല. റെഡി. അപ്പൊ നമുക്ക് 20,000 രൂപയുടെ ചോദ്യം കിടക്കാം. 20,000. അപ്പൊ താങ്കളെ ഒരാൾ കാത്തിരിക്കുന്നുണ്ട്. കുറച്ച് കഴിയും, വരും. ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിരിക്കും അത്. കുട്ടി വരും. ഇത് ഇങ്ങനെ ഒരു ആക്രാന്തമായല്ലോ. അപ്പൊ നമുക്ക് 20,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കാം. മോണിറ്റർ.
ഏത് കടൽ തീരത്താണ് ചെന്നൈ നഗരം? 5 ഓപ്ഷൻസ്. ഓപ്ഷൻ എ അറബിക്കടൽ, ഓപ്ഷൻ ബി ചെങ്കടൽ, ഓപ്ഷൻ സി ബംഗാൾ ഉൾക്കടൽ, ഓപ്ഷൻ ഡി കരിങ്കടൽ, ഓപ്ഷൻ ഇ ചാവുകടൽ. മാപ്പിലേക്ക് ഒന്ന് പോകട്ടെ. മാപ്പിലേക്ക് പോകണം. അതെ. അപ്പോ തമിഴ്നാട് എവിടെ കിടക്കുന്നൊക്കെ ആലോചിക്കണം. അതെ സർ. ഇവിടുത്തെ ഓപ്ഷനില് എനിക്ക് മാപ്പുമായിട്ട് റിലേറ്റ് ചെയ്ത് തോന്നുന്നത് ഓപ്ഷൻ സി ബംഗാൾ ഉൾക്കടൽ. കഴിഞ്ഞോ? നോക്കി കഴിഞ്ഞോ? കുറെ നേരമായിട്ട് നോക്കാണ്. ഇതിനൊരു സമയം കാലമൊക്കെ വേണ്ടേ? അപ്പോ ബംഗാൾ ഉൾക്കടൽ എന്ന് പറഞ്ഞിരിക്കുന്നു. ഉറപ്പാണോ? ചെന്നൈ നഗരം ബംഗാൾ ഉൾക്കടലിൽ കൊണ്ടുവയ്ക്കണോ? ധൈര്യത്തോടെ പറയൂ. ഏത് പറഞ്ഞാലും നമ്മള് കൂടിയ എന്താ വരാൻ പോകുന്നത്? 20,000 രൂപ പോകും. അത്രേ ഉള്ളൂ. ധൈര്യമായിട്ട് പറയൂ. ഓപ്ഷൻ സി ബംഗാൾ ഉൾക്കടൽ. ഉത്തരം ശരിയാണ്. കുട്ടേട്ടാ പറഞ്ഞോളൂ. നേരത്തെ ഒരാള് വരും എന്ന് പറഞ്ഞില്ലേ? അതെ, അത് കുട്ടേട്ടനല്ല. ഞാനല്ല. അല്ല. താങ്ക് യു. കുട്ടേട്ടാ, യു മിസ് ദ ബെസ്റ്റ് അല്ലേ? ഓക്കെ. അപ്പോ പിന്നെ ആരാ? അത് വരും, ഒരാള് വരും. അത് അൺഎക്സ്പെക്റ്റഡ് ആണ്. എല്ലാം പെട്ടെന്ന് സംഭവിക്കും. അപ്പൊ നമുക്കൊരു നിങ്ങൾ 3 പേരുടെ 2 മക്കളും നിങ്ങളുടെ അമ്മയും കൂടെ കല്ലടയാറ്റി കുളിക്കാൻ പോയോ? കല്ലടയാറ്റി കുളിക്കാൻ പോയില്ല. പോയ വഴിക്ക് ദോശയും മുട്ടക്കറിയും കഴിച്ചപ്പോഴത്തേന് മനസ്സങ്ങ് മാറി. അതായത് എനിക്ക് തോന്നുന്ന കുടുംബത്തോട് ആത്മഹത്യ പോയോ? അങ്ങനൊരു ചിന്ത അമ്മയുടെ മനസ്സിൽ വന്നു. അതായത് അമ്മ തന്നെ പറയട്ടെ. അങ്ങനെ അമ്മ എന്തായാലും അങ്ങനെ ഒരു ചിന്ത വരാൻ കാര്യം, കാരണം ഈ 2 കുട്ടികളുമായിട്ട് നല്ല സന്തോഷമായിട്ട് കരുകോണി ജീവിക്കുന്ന ആള് ഒരു ദിവസം കല്ലടയാറ്റി ചാടാൻ തീരുമാനിക്കുന്നു. എന്തുകൊണ്ട്? വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം മാനസികമായിട്ടൊരു വിഷമം വന്നു. തളർന്നുപോയി. ആരാ പ്രശ്നം ഉണ്ടാക്കി? ഞാൻ ഇവിടെ അല്ലായിരുന്നു. അവിടെ അല്ലായിരുന്നു അല്ലേ? ഹസ്ബൻഡിന്റെ വീട്ടിലായിരുന്നു. ഹസ്ബൻഡിന്റെ വീട്ടിലായിരുന്നു. ഈ അമൃതയാണോ പ്രശ്നം ഉണ്ടാക്കിയത്? സാർ, ഞാൻ ഡീസന്റ് ആണ് സാർ. എക്സ്ട്രാ നെറ്റിൽ എഴുതി ഒട്ടിച്ചോളണം. എന്നിട്ട് അവിടുന്ന് ഞാൻ ഇവർ രണ്ടുപേരെയും കൊണ്ട് ബസ്സിൽ കയറി അഞ്ചൽ വന്നു. അഞ്ചൽ വന്നപ്പോ എന്റെ കയ്യിൽ 100 രൂപയുണ്ട്. അപ്പൊ ഞാൻ ഇവർക്ക് കാപ്പി മേടിച്ചു കൊടുത്തു. വിശപ്പുണ്ടായിരുന്നു. രാവിലെ ഇറങ്ങിയില്ലേ, ബസ് കയറുന്നിടത്ത് നിന്നിട്ട് പുനലൂരോട്ട് പോവാന്ന് വിചാരിച്ചു. അടുത്തോട്ട് പോണല്ലോ. അങ്ങനെ ഞാൻ പാലത്തിന്റെ കീഴിൽ കൂടെ അതായിരിക്കും സ്പോട്ട് കണ്ടുപിടിച്ചത്. തൂക്കുപാലത്തിന്റെ 1877 സ്ഥാപിതം. ഒരുപാട് പേരെ എന്റെ മേളിൽ കയറി നിന്നിട്ടുണ്ട്. ഓക്കെ. അങ്ങനെ നിന്നപ്പോ പെട്ടെന്ന് എന്റെ മനസ്സിൽ വന്ന് എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി ഇല്ലാതാവുന്നത് എന്നൊരു ചിന്ത വന്നു. എന്റെ കുഞ്ഞുങ്ങള്, വീട്ടിൽ പോയിട്ട് പതുക്കെ പിന്നീടാവാന്ന് വിചാരിച്ചാണ്. എന്റെ അച്ഛൻ അമ്മ എന്നപ്പോ ആ ചിന്തയിലോട്ട് എന്റെ മനസ്സ് പോയി. എനിക്ക് തോന്നുന്നു രാവിലെ 100 രൂപയ്ക്കുള്ള അപ്പം മുട്ടക്കറിയൊക്കെ കഴിച്ചപ്പോഴേ ഇനിയിപ്പോ പിന്നീടാവാം അല്ലേ? ദോശ മുട്ടക്കറി അല്ലേ? വിശപ്പ് മാറിയപ്പോഴല്ലേ? വിശപ്പ് മാറി. തിരിച്ച് എന്റെ വീട്ടിലോട്ട് തന്നെ തിരിച്ചു പോയി. സാധാരണ ഒരു അമ്മ അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ, അതും അന്നൊക്കെ കല്ലടയാറ്റി അത്യാവശ്യം വെള്ളമുള്ള സ്ഥലമാണ്, ചാടിയ പ്രശ്നമാണ് അല്ലേ? ഓക്കെ. അപ്പൊ എന്തിനായിരുന്നു അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? വീട്ടിലെ പ്രശ്നങ്ങൾ തന്നെ. ഞാൻ എന്റെ ഹസ്ബൻഡ് ആദ്യമായിട്ട് ഗൾഫിൽ പോയിട്ട് 9 മാസം നിന്ന് കയറി വന്നു. തിരിച്ചു വന്നു. ജോലി പോയി. ജോലി ഇല്ലായിരുന്നു. ആഗോളമാന്ദ്യം. എന്നിട്ട് വീട്ടിൽ വന്ന് നിൽക്കുമ്പോ ആ ബുദ്ധിമുട്ടും ആ പ്രയാസങ്ങളും അവസാനിപ്പിച്ചളയാന്ന് വിചാരിച്ചു. പിന്നെ എന്തെങ്കിലും ഇതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഒരു തമാശയായിട്ടല്ലാതെ ആലോചിച്ചിട്ടുണ്ട്. പിന്നെ ആലോചിച്ചിട്ടുണ്ടോ? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കും, ദോശ മുട്ടക്കറി വാങ്ങിക്കും, അത് തിരും. അങ്ങനെയാണോ പ്രശ്നം? ഇല്ല. എന്റെ കുരുത്തക്കേട് കാണുമ്പോ അമ്മയ്ക്ക് ഒന്നും ഈ പിള്ളേരെ കൊന്നു കളഞ്ഞാലോ അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. അങ്ങനെയാണ്. ഞാൻ അമ്മ വഴക്കിടാകുമ്പോ അമ്മ പറയും ഞാൻ പാർവതി കുരുത്തക്കേട് ഒരുപാട് കാണിക്കുവോ? അമ്മയ്ക്കറിയാം, അമ്മയ്ക്കും ചേച്ചിക്കും അറിയാം. അപ്പൊ ഞാൻ ചുമ്മാ നല്ല മലയാളം മീക്ക് പഠിപ്പിച്ചത് അല്ലേ? അതൊരു കഥയാണ്. ഹസ്ബൻഡ് ഗൾഫിൽ പോയതിനു ശേഷം നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? ഇല്ലല്ലോ. വീട്ടിലെ പ്രശ്നങ്ങളാണ്. അപ്പൊ അതൊക്കെ അടഞ്ഞ അധ്യായമല്ലേ? അത് അടഞ്ഞു തന്നെ കിടക്കട്ടെ. ഇനി തുറന്ന് കുളമായി പ്രശ്നമാവണ്ട അല്ലേ? അതെ. ഇല്ല, ഇപ്പൊ എല്ലാരും ഗുലാമാരാണ്. റിലേറ്റീവ്സ് എല്ലാരും കൂടി ഇത് കഴിയുമ്പോഴത്തേന് ഫോൺ കോൾ വരും. അപ്പൊ നമുക്കിനി 30,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കാം. 30,000 മോണിറ്റർ. രൂപയുടെ ചോദ്യം. സൂക്ഷിച്ച് ഉത്തരം പറയണം. ഏത് ജില്ലയിലാണ് തുഞ്ചംപറമ്പ്? ഓപ്ഷൻ എ തൃശൂർ, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി കണ്ണൂർ, ഓപ്ഷൻ ഡി മലപ്പുറം, ഓപ്ഷൻ ഇ ഇടുക്കി. തുഞ്ചംപറമ്പ് MD ഒക്കെ
ചില സമയം എഴുത്തിനിരുത്തും. അവിടെ മലയാളം സർവകലാശാലയുണ്ട്. നമ്മുടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ റിലേറ്റഡ് അതെ ആയിട്ടുള്ള അതെ സ്ഥലമല്ലേ? അതെ അതെ അതെ. അദ്ദേഹത്തിന് കത്തയച്ച അവിടെ കിട്ടും. പിടിവള്ളി വേണോ? വേണം സാർ, പിടിവിളി വേണം. എനിക്ക് പിടിവള്ളി രക്ഷ വേണം. വേണം. ആരുടെ പിടിവള്ളിയാ വേണ്ടത്? എനിക്ക് കുട്ടേട്ടനെ മതി. കുട്ടേട്ടാ. അമൃത, എന്തോ 2 ഓപ്ഷൻസ് ഞാൻ പറയും. അതിൽ ഒന്ന് ശരി ഉത്തരമാണ്. ബി മലപ്പുറം, ഇ ഇടുക്കി. സംശയം മാറിയോ? ഇപ്പൊ സംശയം ഇരട്ടിച്ചു. ആണോ? അതെ, ഇരട്ടിച്ചു. ഇരട്ടിച്ചു. ആ, മലപ്പുറം അല്ലെങ്കിൽ ഇടുക്കി. ഓപ്ഷൻ ഡി മലപ്പുറം. ഇടുക്കി ഒരു കാടൊക്കെ അല്ലേ, അവിടെ എങ്ങനെ ഈ തുഞ്ചൻ പറമ്പൊക്കെ വരുന്നേ? ആ, അതാണ്. അതാണ് ചിലപ്പം സംശയം. എഴുത്തച്ഛൻ ഇനി മണിയാശനെ കാണാൻ വന്ന് കാണൂ. അങ്ങനെ വരാ? ഇല്ല, വരത്തില്ല. ഇല്ല, വരാൻ ഇല്ല, സാധ്യതയില്ല. ഇല്ല. അപ്പൊ മലപ്പുറം പൂട്ടാമോ? പൂട്ടാം സാർ, പൂട്ടാമല്ലോ. പൂട്ടാം സാർ. എന്ത് വന്നാലും ഞാൻ നേരിടും. എന്ത് വന്നാലും ഞാൻ നേരിടും. വെറും കയ്യോട് തിരിച്ചു പോണ്ടി വന്നാൽ സാറിനൊരു ഷേക്കാനും കൂടി തരും. എന്നിട്ട് ഞാൻ പോവും. യു ആർ വെൽക്കം. 1 സെക്കൻഡ്. മലയാളം ബി എ കാരി ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഞാൻ ആദ്യം വിചാരിച്ചു തൃശ്ശൂരാണെന്ന്. ആണെന്ന് വിചാരിച്ചു. എനിക്കറിയില്ല. മലയാളമല്ലേ പഠിച്ചത്? നന്നായി. ആ പ്രൊഫസർ ഇപ്പൊ വീട്ടിൽ നെഞ്ചത്തടിക്കുകയായിരിക്കും കേട്ടോ മിക്കവാറും. എട്ടത്തെ ഡിപ്പാർട്ട്മെന്റിന്റെ പേരെന്താ പറഞ്ഞേ? വിജയൻപിള്ള സാറ്. വിജയൻപിള്ള സാറ്. എന്റെ വിജയൻപിള്ള സാറേ, നിലവിലെ NSS കോളേജാ, നല്ല കോളേജാ. നല്ല ഓക്കെ കോളേജാ. ഓക്കെ. അപ്പോ മലപ്പുറം എന്നാ പറഞ്ഞിരിക്കുന്നത്. പൂട്ടിയിരിക്കുന്നു. താങ്കൾ പറഞ്ഞ ഉത്തരം അമൃത, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ശരിയാണ്. അപ്പൊ 30,000 രൂപ കയ്യിലായി. ബോസ്, പറയൂ കുട്ടേട്ടാ. ഈ കുട്ടി KSRTC ബസ്സിൽ കയറിയാൽ ഡ്രൈവറുടെ പുറകിൽ മാത്രം ഇരുന്നേ യാത്ര ചെയ്യാറുള്ളൂ. അങ്ങനെയുണ്ടോ? ആ, എനിക്ക് KSRTC ഡ്രൈവറെ ഭയങ്കര ഇഷ്ടാ. ആ, എന്താ അവര് കാര്യം? steering നിങ്ങളുടെ കുടുംബ പാരമ്പര്യമായിട്ട് KSRTC അല്ല, അതല്ല. അവര് ഡ്രൈവ് ചെയ്യില്ലേ, ആ. ഫ്രണ്ടിൽ വണ്ടിയൊക്കെ വരും. അപ്പൊ ഈ വണ്ടി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയൊക്കെ പോവില്ലേ, അതൊക്കെ കാണുമ്പോ ഭയങ്കര ത്രില്ലാണ്. അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മുന്നിൽ കയറി ഇരുന്നാ പോരായിരുന്നു? അവരിരുത്തത്തില്ലല്ലോ. അപ്പൊ എപ്പോഴും KSRTC കയറിയ ഡ്രൈവർ ഡ്രൈവറിന്റെ പുറകിൽ ഞാൻ കാണും. ആണോ? ഇയാളെ കൊണ്ട് വിഷമിച്ചു കാണുമല്ലോ നിങ്ങള്, ഇല്ലേ? വിഷമിച്ചില്ലേ? എപ്പോ പോയാലും എന്നെയും പിടിച്ച് ഫ്രണ്ടിൽ കൊണ്ടിരുത്തി. എനിക്കത് കാണുന്നത് പേടിയാ. ഞാൻ പിടിച്ചിരുത്തിയാലും എന്നെ അവിടെ ഇരുത്തത്തുള്ളൂ. നിങ്ങൾ റൂംമേറ്റ്സ് ആയിരുന്നോ? അതെ, 4 years. അയ്യോ, തനിക്ക് വേറെ രണ്ട് വരായിരുന്നു കേട്ടോ. ഇല്ലില്ല, ഞങ്ങള് 4 years ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇപ്പൊ ഞങ്ങളുടെ ഇടയ്ക്ക് ഇത്രയും ഒരു ഡീപ് ബോണ്ട്. ആണല്ലേ? അതെ. ഓക്കെ. ഞങ്ങള് എപ്പോഴും റെഗുലർ ആയിട്ട് സംസാരിക്കാറ് ഭയങ്കര കുറവാണ്. പക്ഷെ എന്നാ അന്ന് ഇപ്പൊ മുമ്പേ അമൃ പറഞ്ഞ പോലെ കാണുന്ന ഒരു സമയത്ത് ഇത്രയും നാള് നമ്മള് ആ ഒരു ഗ്യാപ്പില് പറയാതിരുന്നത് ഫുള്ള് ആ ഒരു ടൈം കൊണ്ട് സാധാരണ ഒരു എത്ര ദിവസം എടുക്കും? ഒരു 4-5 ദിവസം എടുക്കും? ഇല്ല, ഇടയ്ക്ക് എപ്പോഴെങ്കിലും റാൻഡം ആയിട്ട് തോന്നുമ്പോ ഒരു കോൾ, പിന്നെ കോൾ വെക്കണമെങ്കിൽ കുറച്ച് മണിക്കൂർ എടുക്കും. ഫോൺ ഡിപ്പാർട്ട്മെന്റ് തന്നെ കട്ട് ചെയ്യണം അല്ലേ? അതെ, നല്ല ബോണ്ടാണ് സാർ മൈൻഡുകൾ തമ്മില്. ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും അത്രയും വരൂ. അതുക്കും മേലെ. അതുക്കും മേലെയാണ്. അതുക്കും മേലെ. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ആ സാർ, പോവാം. നിങ്ങൾ എത്ര കൂട്ടുകാരികളുണ്ട് എല്ലാം കൂടെ? ഞങ്ങള് റൂമില് 3 പേരാണ്. ക്ലാസ് ഞങ്ങളുടെ ഇലക്ട്രിക്കൽ ബാച്ചില് പിള്ളേർ കുറവാണ്. KTU ആയതുകൊണ്ട് ഞങ്ങളുടെ കോളേജിൽ ഭയങ്കര കുറവാണ്. ഞങ്ങൾ 8 ഗേൾസും ബാക്കി 33 ബോയ്സും ആണ്. അപ്പോ ഞങ്ങൾ കുറച്ചുപേര് മാത്രമേ ഉള്ളൂ ഹോസ്റ്റലേഴ്സ്. അപ്പൊ ഞാൻ, മിഷ, അന്ന, ഞങ്ങൾ 3 പേരാണ് കൂട്ട്. ഈ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലായിരുന്നു പഠിച്ചതല്ലേ? ആ സർവകലാശാലക്കാരുമായിട്ട് എനിക്കൊരു ചെറിയ ബന്ധമുണ്ട്. എന്നെ ഒരു പുലിവാലി പിടിച്ചിട്ടുണ്ട്. അതെ, പുലിവാലി പിടിപ്പിച്ചെങ്ങനെയാണെന്നറിയോ? ഒരിക്കലും ഒരു സർവകലാശാല പരീക്ഷ മാറ്റിവെക്കാൻ ഞാനും ഒരു ശുപാർശ ചെയ്തു. ഞങ്ങള് രാവിലെ പരീക്ഷ മാറ്റിവെച്ചു. രാവിലെ എണ്ണീറ്റ് എനിക്ക് മെസ്സേജ്, ഫോൺ വിളി, പരീക്ഷ മാറ്റി വെക്കണം, പരീക്ഷ 100,000 കോളുകള്. ഈ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിക്കാരെല്ലാം ഓർഗനൈസ്ഡ് ആയിട്ട് എന്റെ 5 ദിവസം പോകും. 5 days വിടിയലേ. അയ്യോ, ഞങ്ങള് പാവങ്ങളാ. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിനി 40,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. 40,000 rupees. മോണിറ്റർ. മലേഷ്യയുടെ തലസ്ഥാന നഗരം ഏതാണ്? 40,000 രൂപയുടെ ചോദ്യമാണ്. ശ്രദ്ധിച്ച് മറുപടി പറയണം. ഓപ്ഷൻ എ സിംഗപ്പൂർ, ഓപ്ഷൻ ബി ഹാനോയ്, ഓപ്ഷൻ സി കോലാലംപൂർ, ഓപ്ഷൻ ഡി ഹോങ്കോങ്, ഓപ്ഷൻ ഇ ബാലി. ആലോചിക്കട്ടെ. സി കോലാലംപൂർ. മലേഷ്യയുടെ തലസ്ഥാന നഗരം കോലാലംപൂർ. കൂട്ടട്ടോ? കൂട്ടാം സർ. കൂട്ടട്ടോ? കോലാലംപൂർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ചിരിയിൽ എന്തൊക്കെയോ മുഴങ്ങി കേൾക്കുന്നില്ലേ? ഒന്നും മനസ്സിലാവുന്നില്ല. ഒന്നും മനസ്സിലാവുന്നില്ല. എങ്കിൽ മനസ്സിലാക്കിക്കോളൂ. താങ്കൾക്ക് എങ്ങനെയാണിത് പറയാൻ പറ്റിയത്? ഉത്തരം ശരിയാണ്, കോലാലംപൂരാണ്. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? 40,000 രൂപ അങ്ങനെ കീശ വീണു. അത് ഈ ആനയ്ക്ക് വലിപ്പം അറിയില്ല എന്നൊക്കെ പറയുന്നത് അതുപോലെ ഇത് ഒത്തിരി വലിപ്പം ഉണ്ട്. ഓക്കെ, ആന തന്നെ. ഓക്കെ, ഇപ്പൊ ജീവിതത്തിലെ ഏറ്റവും സന്തോഷിച്ച ഏത് കാര്യത്തിലായിരുന്നു?
ഏറ്റവും സന്തോഷിച്ച കാര്യം എന്ന് വെച്ചാല് ആ. എല്ലാ കാര്യത്തിലും ഞാൻ സന്തോഷിക്കും. ഇനിയിപ്പോ ഒരു ചെറിയൊരു കാര്യം, ഇപ്പം സാർ എന്നെ വിളിച്ചിട്ട് തട്ടടയുടെ അടുത്ത് പോയിട്ട് ഒരു കട്ടൻ ചായ മേടിച്ചെന്ന് വെച്ചോ, ഞാൻ അത് ആസ്വദിച്ച് കുടിക്കും. അതെനിക്കൊരു സന്തോഷമാണ്. എല്ലാ ചെറിയ കാര്യത്തിലും ഓരോ സന്തോഷത്തിന്റെ എലമെന്റ് കാണും. ആസ്വദിച്ച് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പലപ്പോഴും ശ്രമിക്കും, ചിലപ്പോ നടക്കില്ല. ഇപ്പൊ സന്തോഷത്തിന്റെ മൊമെന്റ് എന്ന് പറയുന്നത് ഇവിടെ വന്നത് എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ഈ സ്റ്റേജിൽ വന്നിട്ട് ഞാൻ എന്റെ ഫ്രണ്ടിനെ കൂടെ ഒന്ന് വിളിപ്പിച്ച്, ശരിയാണോ ഇതാ ഞാൻ TV കാണുവാണോ എന്നുള്ളൊരു സംശയത്തില്ലേ. ഓക്കെ, അങ്ങനെ എന്താ താങ്കൾ ഒരുപാട് ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞല്ലേ വന്നത്? അതെ അല്ലേ? അതെ. ഒത്തിരി ആൾക്കാർ വിചാരിക്കുന്നത് ഫ്ലവേഴ്സ് ഒരു കോടിയിൽ നേരിട്ട് പങ്കെടുക്കാൻ പറ്റുന്ന എഴുത്ത് പരീക്ഷ, ഗ്രൂമിംഗ്, പരിശീലന കളരി അതെല്ലാം കടന്നിട്ടല്ലേ വരുന്നത്. ഓക്കെ, വളരെ സന്തോഷം. അമൃത, ഇനി നമുക്ക് അടുത്ത സ്റ്റേജിലേക്കാണ് പോകേണ്ടത്. ഓക്കെ സാർ. 1.5 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. ഓക്കെ. അപ്പോ ലെവല് മാറാൻ പോകുന്നു. കുട്ടേട്ടാ മാറ്റിയത് ഇനി നോക്കാനില്ല. ലെവൽ 2. പേടിയായോ? ചെറുങ്ങനെ ചെറുതായിട്ട് പേടിയായി. സാധാരണ എങ്ങനെയാ, പെട്ടെന്ന് പേടിക്കുന്ന കൂട്ടത്തിലാണോ? പേടി വരും, പക്ഷെ പുറത്ത് കാണിക്കത്തില്ല. അത്ര ക്ലോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്താണെങ്കിൽ പൊട്ടിക്കരയും. കരയോ അല്ലേ? കരച്ചിലുകാരിയാണോ? കരച്ചിലുകാരിയാ, പക്ഷെ ആർക്കും മനസ്സിലാവില്ല എന്ന് തോന്നുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. ജീവിതത്തെ കിട്ടാതെ പോയ കാര്യം എന്താണ്? കഴിഞ്ഞു പോയതിനെ പറ്റി ഞാൻ അധികം ചിന്തിക്കത്തില്ല. പോയത് പോയി, ഇനി വരാനുള്ളതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ ഒരു പോളിസിയാണ്. അമൃതയുടെ പ്രൊഫൈലിലൂടെ കടന്നു പോയപ്പോഴേ അമൃതയുടെ അച്ഛൻ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടന്നു കാണും. എത്ര കാലം കിടന്നു? കുറച്ച് നാൾ, ഒരു 6 മാസം അത്രയൊക്കെ ഉള്ളൂ. 6 മാസം കിടന്നു. എവിടെയായിരുന്നു? ഏത് ജയിലാന്ന് അറിയില്ല, ഇവരാരും ഇത് പറയില്ല. നിങ്ങൾ പോയി കണ്ടിട്ടില്ലേ? ഇല്ലില്ല, ഞാൻ അച്ഛൻ പാർട്ടിക്കാരായിരുന്നു. ചെറിയ രീതിയിൽ ഏതോ ഒരു പാർട്ടിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല കേട്ടാ. ഇപ്പൊ പാർട്ടി ഒന്നുമില്ല, പുള്ളിക്കാരൻ ഒന്നുമില്ല, ഒന്നിനുമില്ല. പുള്ളി ചെയ്തിട്ടുള്ള കുറ്റമായിരുന്നില്ല, കുറ്റം ഏറ്റെടുത്താണ്. പുള്ളിക്കാരൻ സൈഡിൽ കൂടി പോയതാണ്, പേര് വീണു, പിടിച്ചിട്ടു. കുറ്റം എന്തായിരുന്നു? എന്താന്ന് എനിക്കറിയില്ല, പറയുന്നില്ല വീട്ടിൽ ആരും. അത് എന്തോ തല്ല് കേസാണ്. പിന്നെ എങ്ങനെയാ ചെയ്യാത്ത കുറ്റമാണെന്ന് പറഞ്ഞത്? അതായത് ഫ്രണ്ട്സ് വന്നു, അപ്പൊ എന്താ പറയാ, അച്ഛന്റെ പേരും കൂടെ അതിലേക്ക് വന്നതാണ്. അങ്ങനെയാണ് പോയത്. അല്ല, കൊലക്കേസോ പറ്റുമായിരുന്നു? അല്ല, തല്ല് കേസ്. അയ്യോ അല്ലല്ല, മോഷണം അല്ലല്ല, അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഒന്നുമല്ല. അപ്പൊ ഒരു കാര്യം, എന്തായാലും താങ്കൾ വിശ്വസിക്കുന്ന അച്ഛൻ ആ കുറ്റം ചെയ്തിരുന്നില്ലെന്നാണ്? ഇല്ലില്ല. അച്ഛനോട് ഈ കാര്യം ചോദിച്ചിട്ടുണ്ടോ? അച്ഛനോട് ചോദിച്ചിട്ടില്ല, ഞാൻ കേട്ടിട്ടുണ്ടതാണ്. മീൻസ് അറ്റമുറിയൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. എന്റെ അമ്മ ക്യാരി ചെയ്യുന്ന സമയത്തായിരുന്നു. അപ്പോ ഞാൻ ഒക്ടോബർ 15 ജനിച്ചു, അച്ഛൻ ഒക്ടോബർ 14 വന്നു. അപ്പൊ ഞാൻ പറയും, ഞാൻ ജനിച്ച ഒക്ടോബർ 15 അഞ്ചൽ വെള്ളപ്പൊക്കം ഉണ്ടായത്? നോ സാർ, അല്ല, APJ അബ്ദുൽ കലാമിന്റെ ബർത്ത്ഡേ ആണ്. ഞങ്ങളൊക്കെ ഒരേ വേവ് ലെങ്താ അല്ലേ? അപ്പൊ നന്നായി. എന്തായാലും ഒരു കാര്യം, അവിടെ അച്ഛന് കരികൊണ്ടൊരു ബേക്കറി ഇല്ലായിരുന്നു? അച്ഛന് ബേക്കറി ഉണ്ടായിരുന്നു, മടവൂരായിരുന്നു, തിരുവനന്തപുരം ജില്ലയില്. അതായത് അച്ഛന്റെ എന്താ പറയാ, ഒരു ചെറുപ്പകാലം മുഴുവൻ ബേക്കറി ആയിരുന്നു. 10-33 വയസ്സ് വരെ ബേക്കറി ആയിരുന്നു. പിന്നെ അവിടെ ഇരിക്കുന്ന എന്റെ അനിയത്തിയുടെ 2 കുഞ്ഞു കാലി കണ്ടപ്പോ കട ഷട്ട് ഡൗൺ ചെയ്തു. അതെന്താ കാര്യം? ബിസിനസ് ഒക്കെ ഡള്ളായി. ബിസിനസ് ഡള്ളായി. ഭാഗ്യവതി കട പൂട്ടിച്ചോ? ഓക്കെ, പാർവതി. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനി 1.5 ലക്ഷത്തിന്റെ ചോദ്യത്തിലേക്ക് പോവാം. ഇവിടെ എന്തെങ്കിലും കട തുറക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, മോണിറ്റർ. കാർട്ടൂണൊക്കെ കാണൂ? കുറച്ചൊക്കെ. കാർട്ടൂൺ അധികം ഇഷ്ടമല്ല സാർ. എന്നാലും ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ഏതാ? എന്റെ അച്ഛൻ പറയുന്നേക്കാം, കാർട്ടൂൺ ഒന്നും കാണാൻ പാടില്ല, ആ സമയത്ത് വല്ലതൊക്കെ വെച്ച് പഠിക്കാൻ പറയും. കാർട്ടൂൺ അച്ഛന് ഇഷ്ടമല്ലായിരുന്നു? അച്ഛന് ഇഷ്ടമല്ല, അച്ഛന് ക്രിക്കറ്റും ഇഷ്ടമല്ല, കാർട്ടൂണും ഇഷ്ടമല്ല. അപ്പൊ അതൊന്നും കണ്ടിട്ടില്ല. കാർട്ടൂൺ ഇഷ്ടമാണോ? അമ്മ പിള്ളേരെ പഠിപ്പിക്കുന്നോണ്ട് യൂട്യൂബിലൊക്കെ അതായിരുന്നു അച്ഛനും അമ്മയും സെപ്പറേറ്റ് ആവാൻ തീരുമാനിച്ചത്? കാർട്ടൂൺ കാണാൻ പറ്റത്തുണ്ടോ? അതുകൊണ്ടൊന്നുമില്ല, പക്ഷെ അവർ തമ്മിൽ നല്ല ബോണ്ടാണ് സാർ, നല്ലൊരു വേവ് ലെങ്ത് ഉണ്ട്. അല്ല, ഇഷ്ടം കൂടിയോണ്ടാണോ? ഇഷ്ടം കൂടിയാലും പിരിയോ ഈ നാട്ടില്? ഇഷ്ടം കൂടിക്കഴിഞ്ഞാല് നമ്മുടെ ചുറ്റുപാട്, ഇഷ്ടം മാത്രം പോരല്ലോ സാർ ജീവിക്കാൻ. ടീച്ചർ എന്താ അങ്ങനെ ആലോചിച്ചത്? ടീച്ചർ കല്ലടായി ഭക്ഷണം കഴിക്കാൻ പോയി തിരിച്ചു പോയി. അത് 1-2 പ്രശ്നങ്ങൾ കിടക്കാം ജീവിതത്തിൽ. അപ്പൊ അദ്ദേഹത്തോട് ഭയങ്കര മാനസിക അടുപ്പമായിരുന്നു. മാനസിക അടുപ്പം. മാനസിക അടുപ്പം ഒരു ദിവസം ഡിറ്റാച്ച് ചെയ്യാൻ തീരുമാനിക്കാൻ കാര്യം വീട്ടിലെ പ്രശ്നങ്ങളാണ്. ആണല്ലേ? ഹസ്ബൻഡിൽ നിന്നല്ല, വീട്ടുകാരിൽ നിന്ന് മാനസികമായിട്ട്. ഹസ്ബൻഡിന്റെ വീട്ടുകാരിൽ നിന്ന്. അത് എല്ലായിടും ഉള്ളതല്ലേ? കുറച്ച് പ്രശ്നങ്ങളൊക്കെ എവിടെ ചെന്നാലും കാണില്ല. അങ്ങനെ ഞാൻ അവിടുന്ന് വരാൻ കാരണം. ഒട്ടും ക്ഷമിക്കുന്ന ആളല്ലേ ടീച്ചർ? ക്ഷമയുണ്ടോ? ക്ഷമയുണ്ട്. ക്ഷമയുടെ നെല്ലിപ്പല കുടിച്ചാൽ നേരെ കല്ലടയാറ അവിടെ പോയി ഭക്ഷണം കഴിക്കും അല്ലേ? ഓക്കെ, അതാണ് ടീച്ചറിന്റെ. ഞങ്ങള് 2 പെൺമക്കളെ നോക്കുന്നോണ്ട് അമ്മയ്ക്ക് ഭയങ്കര ക്ഷമയാ. ആണല്ലേ? എനിക്ക് തോന്നുന്നു അമ്മ 2 കുഞ്ഞുങ്ങളെ പോലെ ഇങ്ങനെ അടക്കി വളർത്തിയതിന്റെ പ്രശ്നമാണല്ലേ? അതെ, അമ്മ എവിടെ പോയാലും ഈ 2 പിള്ളേരെ ഇങ്ങനെ കൊണ്ടു കിടക്കും എപ്പോഴും, കുഞ്ഞിലോട്ട് ഇപ്പോഴും. എന്ത് കാര്യത്തിനും അമ്മയുടെ അപ്പുറം ഇപ്പുറം ഞങ്ങള് കാണും. അടക്കി ഒതുക്കി വളർത്തുക അല്ലേ? അടക്കി ഒതുക്കി നേരായ കാര്യങ്ങൾ പറഞ്ഞു തന്ന് എല്ലാം കണ്ടും കേട്ടും വളർത്തി. അമ്മ സ്കൂളിലും ടീച്ചറാ, വീട്ടിലും ടീച്ചറാ? വീട്ടിലെ ടീച്ചറാണ്, പിന്നെന്താ ഫ്രണ്ടാണ്. ആരുടെ നാക്കാ സ്വന്തമായിട്ട് കിട്ടിയത്? അമ്മയുടെ ആണോ അച്ഛന്റെ ആണോ?
അത് അങ്ങനെയൊക്കെ ചോദിച്ചാ അച്ഛന്റെ ആയിരിക്കും. അച്ഛന്റെ ആയിരിക്കും. പാവ അച്ഛൻ ഷാർജയിൽ കിടന്ന് ജോലി ചെയ്യുക അല്ലേ? ഓക്കെ, നമ്മൾ ഇനി ചോദ്യത്തിലേക്ക് കിടക്കുന്നു. ഒരു കാർട്ടൂൺ ബേസ് ചെയ്തുള്ള ചോദ്യമാണ്. ഡോറ ബുജിയിലെ ബുജി ഏത് ജീവിയാണ്? ഓപ്ഷൻ എ കുറുക്കൻ, ഓപ്ഷൻ ബി നരി, ഓപ്ഷൻ സി കുരങ്ങൻ, ഓപ്ഷൻ ഡി മിന്നാമിനുങ്ങ്, ഓപ്ഷൻ ഡി കരടി. കൂട്ടുകാരിക്ക് ഈ കാർട്ടൂണുമായിട്ട് വല്ല ബന്ധമുണ്ടോ? അവൾക്ക് കാണും. ആണോ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ പിടിവള്ളി എടുക്കാം, വേണമെങ്കിൽ മതി. താങ്കൾക്ക് അറിയാമെന്നാ എന്റെ വിശ്വാസം. ഇത് ഓപ്ഷൻ സി കുരങ്ങൻ. അപ്പൊ ഓപ്ഷൻ സി കുരങ്ങൻ. കുരങ്ങൻ കൂട്ടാമോ? കൂട്ടാം സർ. കൂട്ടാമോ? കൂട്ടാം സർ. റെഡി ആയിരിക്കും ഇത്? അതെ. ഈ കാര്യത്തിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായം അല്ലേ? അതിനകത്ത് കല്ലടിയാറ് പോലും ഇല്ല അല്ലേ? ഓക്കെ, ഓപ്ഷൻ സി കുരങ്ങൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താങ്കൾ പറഞ്ഞ ഉത്തരം, ആലോചിച്ചെടുത്ത ഈ ഉത്തരം എന്തുകൊണ്ടോ നിർഭാഗ്യവശാൽ ഈ കുറുക്കൻ നരി മിന്നാമിനുങ്ങ് അല്ല. ബൂട്ട്സ് എന്നാണല്ലോ ആ ക്യാരക്ടറിന്റെ റെഡിക്കുള്ള പേര് അല്ലേ? ആയിരിക്കാം. എനിക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ കേട്ടോ. മലയാളം അറിയൂ, വളരെ നല്ലത്. ഓപ്ഷൻ സി ഉത്തരം ശരിയാണ്. 5,00,000 രൂപയായി. ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. ആദ്യം കുട്ടിയേട്ടാ പറഞ്ഞു. ഈ കുട്ടിയുടെ കയ്യിൽ കഥാപ്രസംഗം, സിനിമാ പാട്ട്, കവിത എല്ലാം ഉണ്ട്. കഥാപ്രസംഗം ഉണ്ടോ? കഥാപ്രസംഗം ചെറുതായിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ ഈ ലോക്ക്ഡൌൺ സമയത്ത് എന്തെങ്കിലുമൊക്കെ പഠിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്വന്തമായിട്ട് വേറൊരാള് ചെയ്തത് എഴുതി പഠിച്ചു. വൈശാലി. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്തി ആവില്ലേ? സാറിന് ഞാൻ രഹസ്യമായിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഒരു കഥ എങ്ങനെ ഓപ്പൺ ചെയ്യുന്ന കഥാപ്രസംഗത്തിന്റെ? ആരുടെ കഥാശൈലിയാ അനുകരിക്കുന്നത്? അങ്ങനെ ഇന്ന ആളുടെ ഒന്നുമല്ല. ആരുടെ എങ്ങനെ അനുകരിക്കും? ഇഷ്ടപ്പെട്ട കാഥീയനാരാ? സാർ അങ്ങനെ ചോദിച്ചാൽ അറിയില്ല അല്ലേ? താങ്കൾ ഒരു വൈൻ വാങ്ങിക്കാൻ പോയോ? ഒരിടത്ത് കമ്പിളിപ്പതപ്പ് പറയണ്ട, വാങ്ങിക്കാൻ പോയോ? എങ്ങനെയാ? അത് ആരാ പറഞ്ഞു വിട്ടത്? അതെ, എനിക്ക് തോന്നിയതാ. ബെവറേജസ് കോർപ്പറേഷനിലാണോ പോയത്? എവിടെ പോയി? അതൊരു പാർലറിൽ തന്നെ. ബിയർ പാർലറിൽ തന്നെ. ബിയർ പാർലറിൽ പോയി. അഞ്ചിൽ തന്നെ. ഹെൽമെറ്റ് ഒക്കെ വെച്ച്. മാസ്ക് ഒന്നും ഇല്ല കേട്ടോ. മാസ്ക് ഇല്ലാത്തൊരു ബുദ്ധിമുട്ട്. അമ്മ അറിഞ്ഞിട്ടില്ല. അയ്യോ, വീട്ടിൽ പോയാ വീട്ടിൽ കയറ്റി വന്നു. കയറ്റു. അമ്മ ഇത് എല്ലാരും അറിഞ്ഞല്ലോ. ഇപ്പൊ ഇനിയിപ്പോ കയറ്റിയൊന്നും കുഴപ്പമില്ലല്ലോ. അറിയാതിരുന്നല്ലേ പ്രശ്നം. എന്നിട്ട് ഹെൽമെറ്റ് ഒക്കെ വെച്ച് മുഖമൊക്കെ മറച്ച് മാസ്ക് ഉണ്ടായിരുന്നു. സാമൂഹിക അകലം പാലിച്ചു. അന്ന് മാസ്ക് ഇല്ലല്ലോ. ഇല്ല, കൊറോണ കാലം അല്ലതല്ലേ? റിസപ്ഷനിൽ ചെന്നിട്ട് ഞാൻ ചേട്ടനോട് ചോദിച്ചാൽ എനിക്ക് അറിയാവുന്ന, ആദ്യമായിട്ട് എനിക്ക് പേര് പോലും അറിയത്തില്ല, വൈൻ എന്നുള്ളതല്ലേ അറിയുള്ളൂ. ഞാൻ ചേട്ടനോട് വെച്ചിട്ട് ചേട്ടാ വൈൻ വേണമായിരുന്നു. അപ്പൊ ചേട്ടൻ വെച്ച് എത്ര ക്വാണ്ടിറ്റിയിലുള്ളത് വേണം? ഞാൻ പറഞ്ഞു സാധാ ഒരു 3 പേർക്കൊക്കെ അത്രക്കുള്ളത് മതി എന്ന് പറഞ്ഞ്. അപ്പൊ ആ പുള്ളിക്കാരൻ പോയി എടുത്ത് കൊണ്ട് തന്ന്. എന്നിട്ട് പുള്ളിക്കാരൻ നമ്പർ ഒക്കെ ഇനി വേണമെങ്കിൽ ഇത് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു ഇനി എന്തിനാണ് എനിക്ക് ഇവിടെ നമ്പർ? ഞാൻ അപ്പോഴേ ചുരുട്ടി കളഞ്ഞു. അപ്പൊ അമ്മയുടെയും അച്ഛന്റെ ഇല്ല അമ്മയുടെ അച്ഛന്റെ വെഡിങ് ആനിവേഴ്സറി കളറാക്കാൻ വേണ്ടി ചെയ്തതാ. കളറാക്കി ഞങ്ങൾ തന്നെ ഫുഡ് കുക്ക് ചെയ്ത് അമ്മേനെ ഒന്നും ചെയ്യിപ്പിച്ചില്ല. അമ്മയ്ക്ക് തന്നെ കൊടുത്തു. ഏത് കൊല്ലവർഷമായിരുന്നു? 2017 നവംബർ 6-ാം തീയതി. നവംബർ 6-ാം തീയതിയാണ് വിവാഹ വാർഷിക ദിനം. ഓക്കെ, അമ്മയ്ക്ക് അറിയാമോ ഈ മകള് പല കാര്യങ്ങളും ഒളിച്ചു വെക്കുന്നുണ്ട്? ഇപ്പൊ മനസ്സിലായില്ലേ? മനസ്സിലായി. ഈ കാര്യം അറിഞ്ഞോ? ഇല്ല. കണ്ണൂരിലേക്ക് ഒരു യാത്ര പോയായിരുന്നു. ഒരിക്കൽ അറിഞ്ഞായിരുന്നോ? ഇല്ല. അമ്മ ഞെട്ടി, കൂടെ ഞാനും. അങ്ങനെ ഒരു യാത്ര പോയല്ലോ ഒരിക്കൽ. എന്തിനായിരുന്നു യാത്ര? കണ്ണൂരിലേക്കുള്ള യാത്ര പെട്ടെന്ന് ഉണ്ടായതാണ്. ഞാൻ അങ്ങനെ കൂടെ എന്റെ ഗേൾസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഗേൾസ് ആയിരുന്നല്ലോ. ഗേൾസ് ട്രിപ്പ് ആയിരുന്നു. കംപ്ലീറ്റ്ലി ഗേൾസ് ട്രിപ്പ്. ഇല്ല, അവള് വന്നില്ല. അവള് വന്നില്ല. അവള് ലാസ്റ്റ് ആവുമ്പോ കാലി വരും. അങ്ങനെ സ്വഭാവം പഠിപ്പിയാണല്ലോ. അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി രാത്രി ട്രെയിൻ കയറി. വീട്ടില് ഞങ്ങൾ പറഞ്ഞത് പരീക്ഷ എക്സ്റ്റെൻഡ് ആക്കിന്നായിരുന്നു. ഇനിയെല്ലാം പറയുന്നില്ലേ പറ്റൂ. പറഞ്ഞോളൂ. അമ്മയ്ക്ക് ഇനിയിപ്പോ ചോദിക്കേണ്ടി വരല്ലോ. ഇതൊരു ഏറ്റുപറച്ചിലായിട്ട് അമ്മ കണക്കാക്കണം. അമ്മ ഏറ്റവും കുമ്പസാരമായിട്ട് എടുക്കും. അങ്ങനെ ഞങ്ങളുടെ കൂട്ടുകാരുടെ വീട്ടില് കണ്ണൂർ സ്റ്റേ ചെയ്തു, പയ്യന്നൂര്. എന്നിട്ട് കണ്ണൂര് അവള് ഡ്രൈവ് ചെയ്യുമായിരുന്നു. കൂട്ടുകാർ ഡ്രൈവ്. അമ്മ ഇടയ്ക്ക് ഫോൺ വിളിച്ചായിരുന്നോ? അപ്പൊ എന്താ പറഞ്ഞു? എവിടെയാന്ന് പറഞ്ഞു? റൂമിലാന്ന് പറഞ്ഞു. പഠിക്കുവാന്ന്. നല്ല ബെസ്റ്റ് മോള് അല്ലേ? ഓക്കെ. എന്നിട്ട് ഞങ്ങള് കാസർഗോഡ് റാണിപുരം, ബേക്കൽ ഫോർട്ട്. ഈ റാണിപുരം ഒന്നും ഞാൻ കണ്ടിട്ടില്ല. കണ്ടു, പ്രകൃതി രമണീയതയൊക്കെ അനുഭവിച്ചു, മഴ കൊണ്ടു, കാട്ടിലൂടെ നടന്നു. വളരെ നല്ലൊരു
എക്സ്പീരിയൻസ് ആയിരുന്നു. ആ. ഭയങ്കര സന്തോഷം തോന്നി. ഇത്രയും നാളും ജീവിച്ചിട്ട് ഇതൊന്നും കണ്ടില്ലല്ലോ. നമ്മൾ എന്താ ഇതാണല്ലോ നമ്മൾ കാണാതിരുന്നത്. അയ്യോ, എന്നിട്ട് കരികോണിലുള്ള അമ്മയോട് എന്തെങ്കിലും ധരിപ്പിച്ചോ? എന്നിട്ട് ഇല്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. അമ്മ ആദ്യമായിട്ട് ഈ ഫ്ലോറിൽ വെച്ച് കേൾക്കുക. അമ്മക്ക് അതിനും ഭാഗ്യം ഉണ്ടായി. അതെ, ഈ ഭാഗ്യം ഞാൻ അനുഭവിക്കണല്ലോ ഒറ്റയ്ക്ക്. ദോശയും മുട്ടക്കറി ഇനി വാങ്ങിക്കോ? അതാണ് അമ്മ ആലോചിച്ചത്. ഇല്ല, ഞാൻ അമ്മയടുത്ത് പറയും, ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ആ പറയും. യാത്രയിലാണോ ബിയർ വാങ്ങിക്കാൻ പോയത്? അല്ല അല്ല, അതെപ്പോ പിന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. ഇല്ലല്ലോ. ഇല്ലല്ലോ. ഉറപ്പാണോ? ഉറപ്പാണ് സാർ. അമ്മ വേദനിപ്പിക്കണ്ടെന്ന് വിചാരിച്ചല്ലേ? അങ്ങനെയൊന്നും ഇല്ല. ഒരു KGF കഥയില്ലേ ജീവിതത്തില്? അതെന്റെ കൂട്ടുകാരിയുടെ ഒരു കഥയാണ്. അത് ഞങ്ങള് ഭയങ്കരമായിട്ട് ചിരിച്ചിരിച്ച് അത്ര മതി ഹോസ്റ്റലില്. അപ്പൊ ഹോസ്റ്റലില് ഞങ്ങളുടെ ഗേൾസ് ഹോസ്റ്റലിൽ ഇതൊന്നും കേറ്റാൻ പറ്റില്ല. അപ്പൊ ബിയർ കേറ്റാൻ പറ്റത്തില്ല. ഒരു ഹോസ്റ്റലിലും കേരളത്തിൽ കേറ്റാൻ കഴിയില്ല സാർ. കേട്ടിയില്ല സംഭവം. എവിടെയും കൊണ്ടുവന്നു വന്നില്ല. വീടടുത്താണ്, ഞങ്ങള് ഹോസ്റ്റലറാണ്. അപ്പൊ അവളുടെ വീട്ടിലേക്ക് പോയി. അവൾക്ക് പേരൊന്നും അറിയത്തില്ല. പിന്നെ KGF ഇറങ്ങിയ സമയമായിരുന്നു കേട്ടോ. അവിടെ ചെന്നിട്ട് ചേട്ടാ KGF, അപ്പൊ മക്കളെ KF ആണോ എന്ന് വെച്ച്. അപ്പൊ ഞാൻ മനസ്സിലായത് പേരറിയില്ല, ബിയറിന്റെ ബ്രാൻഡ് അറിയില്ല. ഓക്കെ, നന്നായി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കരുൺകാരി ഞെട്ടും. ഒരു കാര്യം ചെയ്യാം, നമുക്കിനി 60,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. 60,000 rupees മോണിറ്റർ പ്ലീസ്. ഒരു നിശ്ചല ദൃശ്യമാണ് കാണിക്കുന്നത്. LED നോക്കിക്കോളൂ. കണ്ടോ? കണ്ടു സാർ. കൂടെ പഠിച്ച ആരെങ്കിലും ആണോ? അതാ ആലോചിക്കുന്നേ. സെക്കൻഡ് സെമസ്റ്ററിലെങ്ങാണോ ഉണ്ടായിരുന്നു? നോക്കി. ഇല്ല, വളരെ മെലിഞ്ഞ ഒരാളാ, സുന്ദരനായ ഒരു പയ്യൻ. ഇങ്ങനെ കുറച്ചുപേരൊക്കെ അറിയുമായിരുന്നു. ഓക്കെ, ഇനി ചോദ്യം ഇതാണ്. ആരാണ് ഈ വ്യക്തി? ആരാണ് ഇയാൾ? ഓപ്ഷൻ എ വിനായകൻ, ഓപ്ഷൻ ബി വിശാൽ, ഓപ്ഷൻ സി മണികണ്ഠൻ ആചാരി, ഓപ്ഷൻ ഡി IM വിജയൻ, ഓപ്ഷൻ ഡി മൈക്കിൾ ജാക്സൺ. നിങ്ങൾ നോക്കണോ? വേണ്ട സാർ. ഈ 4 ഓപ്ഷനും ഓരോ ഓപ്ഷൻ തമ്മിൽ ഒരു ബന്ധമില്ല. അയലയും അലുവയും പോലെയാ. അയലയും അലുവയും പോലെ. നല്ല മലയാളക്കാരി പഠിപ്പിച്ചാണോ അത്? അല്ല. ഓക്കെ, പറയൂ. ഓപ്ഷൻ ഇ മൈക്കിൾ ജാക്സൺ. ഒന്നുകൂടെ കണ്ടുപോകെ പ്ലീസ്. പ്ലേ. മൈക്കിൾ ജാക്സൺ ആണോ ഇരിക്കുന്നത്? ആണ് സാർ. പുള്ളിക്കാരൻ പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്തിട്ടില്ലേ? അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്, ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. കമ്മട്ടിപ്പാടം കണ്ടോ? കമ്മട്ടിപ്പാടം കണ്ടതാ. കണ്ടതാ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, മൈക്കിൾ ജാക്സൺ പൂട്ടാമോ? പൂട്ടാം സാർ. ഉറപ്പാണോ? ഉറപ്പാണ്. അപ്പൊ ഞാൻ പൂട്ടുന്നു. മൈക്കിൾ ജാക്സൺ ഓപ്ഷൻ ഇ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എത്ര രൂപയിലാണ് നമ്മൾ നിൽക്കുന്നത്? 60 60 നിൽക്കുന്നത്. 60,000 രൂപയും കൊണ്ട് മൈക്കിൾ ജാക്സൺ പോകുമോ എന്നാണ് എന്റെ പേടി. മൈക്കിൾ ജാക്സാ, ഈ കുട്ടിയോട് കരുണ കാണിക്കൂ. 60,000 രൂപ ഇതാ പോയിരിക്കുന്നു എന്ന് പറയാനാവില്ല. ഉത്തരം ശരിയാ. നല്ല പടം അല്ലേ? പക്ഷെ ഒന്ന് പേടിച്ചു. മണികണ്ഠനാണോ കമ്മട്ടിപ്പാടം? അതിലാ കാസ്റ്റിംഗ് ഒക്കെ ഏതാണ്ട് റിലേറ്റഡ് ആയിട്ട്. അപ്പൊ ജീവിതത്തിന്റെ ഡയറിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന താളം ഏതാ ഇനി വേറെ ഉള്ളത്? ഒരുപാട് താളുകളുണ്ട്. ഓരോ താളും ഇപ്പൊ സാറിന് വേണ്ടി ഞാനൊരു പേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ പേജിലെ സാറിനെ പറ്റി ഞാൻ എഴുതണം കേട്ടോ. എഴുതും സാർ. ഞാൻ ജീവനുള്ള കാലത്ത് തന്നെ എഴുതും അത്. സാറ് ചിരഞ്ജീവി അല്ലേ? കൊല്ല്. പറയൂ കുട്ടിയേട്ടാ. സൂക്ഷിക്കണം, ഈ കുട്ടി കവിതകൾ എഴുതുമ്പോൾ കോപ്പി അടിക്കാറുണ്ട്. കവിത കോപ്പി അടിച്ചിട്ടുണ്ടോ? അത് ചെറുപ്പത്തില് നമ്മൾ ഇങ്ങനെ തട്ടി മുട്ടിയൊക്കെ വളർന്നു വരുന്നത്. ആരുടെ കവിതയാ കോപ്പി അടിച്ചത്? ബാലാമണി അമ്മയുടെ. കോപ്പി അടിക്കും, നല്ല ആളുടെ കോപ്പി അടിച്ചല്ലേ, വളരെ നന്നായി. അത് കട്ട് ആൻഡ് പേസ്റ്റ് ആയിരുന്നു, ചില വാക്കുകളൊക്കെ മാറ്റിയോ? അല്ല, എനിക്ക് കവിത എങ്ങനെ എഴുതണം എന്ന് അറിയത്തില്ല. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പൊ ആ ലാസ്റ്റ് ഒരു അവിടെ വായിച്ചൊരു കവിത ബാലാമണി അമ്മയുടെ ആയിരുന്നു. അപ്പൊ അതിലെ ഫസ്റ്റ് ലൈൻ മാത്രമേ ഞാൻ കോപ്പി അടിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ എന്റെ സ്വന്തം. ബാലാമണി അമ്മയ്ക്ക് തന്നെ അയച്ചു കൊടുക്കാമായിരുന്നു. വേണ്ടായിരുന്നല്ലേ? അപ്പോ ഞാൻ ചോദിക്കട്ടെ, ആ ആലപ്പാട്ട് കുടുംബത്തിലെ വേറൊരു കാര്യം ഞാൻ ചോദിക്കാൻ ഓർമ്മിച്ചിരിക്കുകയായിരുന്നു. അവിടെ മാധവിക്കുട്ടിയുടെ കഥകളൊക്കെ വായിക്കാറുണ്ട് അല്ലേ? മാധവിക്കുട്ടിയുടെ സാഹിത്യമൊക്കെ വായിക്കുമ്പോൾ ഈ ടീച്ചർ അമ്മയ്ക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. അത് സ്കൂളിൽ പഠിക്കുന്ന സമയല്ലേ. അപ്പൊ ഞാൻ ഇത് ഓരോന്ന് കണ്ടിട്ട് അമ്മയുടെ ചോദിക്കും, അമ്മ ഇവരെന്താ ഇങ്ങനെ എഴുതിയേക്കണേ? അപ്പൊ അമ്മ പറയും, നിനക്ക് പഠിക്കാനൊന്നും ഇല്ലേ എന്ന് ചോദിക്കും. ഇതാണോ വായിക്കുന്നേന്ന് ചോദിക്കും. അമ്മ അമ്മയുടെ അതൊന്നും കുറ്റമൊന്നും അമ്മയ്ക്ക് പേടിയായിരുന്നോ മാധവിക്കുട്ടിയുടെ സാഹിത്യമൊക്കെ വായിച്ചു മകള് പ്രശ്നമാവുമെന്ന്? എങ്ങനെയാണോ? ഈ BA-കാരി മലയാളക്കാരി വായിക്കുമായിരുന്നു ഇതൊക്കെ? വായിക്കുമല്ലേ? മാധവിക്കുട്ടിയുടെ കഥകളൊക്കെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. KR മീരയാണ് ഏറ്റവും ഇഷ്ടം. ഏത് കഥ വായിച്ചു? ഏത് മാധവിക്കുട്ടിയോ? എന്റെ കഥ വായിച്ചിട്ടുണ്ട്. പിന്നെ എന്താ കിട്ടുന്നില്ല, മറന്നു പോന്നു. മലയാളക്കാരിക്ക് പറ്റിയ ജോലിയാ. ഓക്കെ, എന്റെ കഥ എന്തായാലും വായിച്ചു, അത് നന്നായി അല്ലേ? ഓക്കെ, നമുക്കിനി എത്ര രൂപയുടെ ചോദ്യം? 70,000 രൂപയുടെ ചോദ്യത്തിലാണ് കിടക്കുന്നത്. അപ്പൊ 1 കോടി രൂപ കിട്ടിയാൽ
എന്തൊക്കെ ചെയ്യാൻ പറ്റും അഞ്ചലില്? 1 കോടി രൂപ കിട്ടിക്കഴിഞ്ഞാല് ആ ആദ്യം ഞാൻ എന്റെ കുടുംബം അങ്ങോട്ട് നന്നാക്കും. എങ്ങനെ നന്നാക്കും? എന്റെ കുടുംബം നന്നായില്ലേ സമൂഹം നന്നാവൂ. ആ അങ്ങനല്ലേ? സമൂഹം നന്നാലല്ലേ രാജ്യം നന്നാവും. അതാണ്. ആ കറക്റ്റ്. പിന്നെ കരുവൺകാരെയും കൂടെ നന്നാക്കണമല്ലോ. കുറച്ച് അപ്പോ ആൾക്കാരൊക്കെ 1 കോടി കൊണ്ട് എന്തൊക്കെ നന്നാക്കാൻ പറ്റും? വീട് എന്റെ വീട്ടില് കുറച്ച് നിങ്ങൾ സ്വന്തം വീട്ടിലല്ലേ സ്വന്തം താമസിക്കുന്നത്? വീട്ടിലാണ്. ആ കുറെ പശുക്കൾ വാങ്ങിക്കോ? പശു എനിക്ക് പശുവിനെ പേടിയാ. എന്താ ആ കുത്തു അത് പേടിയില്ലാത്ത എന്തോ സാധനം വീട്ടില്? അങ്ങനെ ചോദിച്ചാ എല്ലാത്തിനും ഇയാളോട് പേടിയാ. ചോദിക്കാം. താനാ പറയണ്ടേ? അമ്രു കോപ്പി അടിച്ച കാര്യം പറഞ്ഞില്ലേ, ആ ഇത്രയും അടിപൊളിയായിട്ട് കോപ്പി അടിക്കാൻ ഇവിടെ കഴിഞ്ഞുള്ള ആൾക്കാര്. ആണോ? നമുക്ക് BME പറഞ്ഞൊരു സബ്ജക്ട് ഉണ്ടായിരുന്നു മെക്കാനിക്കലിന്റെ. അപ്പൊ അത് ഫുള്ള് ഫിഗേഴ്സ് ആണ്. അപ്പൊ നമുക്ക് യൂണിഫോം ഗ്രേ കളർ പാന്റാ. ഇപ്പൊ അത് കണ്ടോണ്ടിരിക്കുന്ന ടീച്ചേഴ്സിന്റെ ദൈവമേ, ഗ്രേ കളർ പാന്റിന്റെ മണ്ടയ്ക്ക് ബ്ലാക്ക് കളർ പേനയും കൊണ്ട് ഫിഗർ ഫുള്ള് വരച്ചു 2 പാന്റിലും. 2 സ്ട്രോക്ക് എഞ്ചിൻ മാത്രമേ വരച്ചുള്ളൂ. 2 സ്ട്രോക്ക് എഞ്ചിൻ ഫുള്ള് വരച്ചു വെച്ചു. എന്നിട്ട് അത് കഴിഞ്ഞ് എക്സാമിന് കറക്റ്റ് അത് തന്നെ വന്നു. കുനിഞ്ഞിരുന്നിട്ട് ഈ ടോപ്പ് മാറ്റി വെച്ചിട്ട് അവിടെ നോക്കി അത് വരച്ചു. അത് കഴിഞ്ഞ് ഈ പാന്റ് ഇടാൻ പറ്റത്തില്ല. ടീച്ചർ ഇതുപോലെ അറിഞ്ഞോ? ഇല്ല. വീട്ടിൽ വന്ന് മോൾ എല്ലാം പറയുന്നല്ലേ സാറിനെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ ടീച്ചറിന് ഇപ്പൊ എന്ത് തോന്നുന്നു? നല്ല അഭിപ്രായം തോന്നുന്നല്ലേ? നല്ല അഭിപ്രായം. കുട്ടികളെയൊക്കെ എങ്ങനെ അടിച്ചൊക്കെ വളർത്തിയോ? വീട്ടില് നല്ല ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്സ് ആണോ? ഭയങ്കര ലോകിയാ. എന്നെ അമ്മ എന്ന് വിളിക്കത്തില്ല, എന്റെ ഇരട്ടപ്പേരൊക്കെ വിളിക്കുന്നത്. അതാ അത് ശരി. അമ്മ നല്ല വിളിക്കുന്നല്ലേ? ഓക്കെ ഓക്കെ. ഭയങ്കര സ്നേഹമാ. പിന്നെ എപ്പോഴും നല്ല ജോളിയാണ് വീട്ടില്. അവളുണ്ടെങ്കിൽ ഒരു സന്തോഷമാണ്. ഓക്കെ. അപ്പൊ ഇതാണ് ഈ വഴി തെറ്റുന്നത് അല്ലേ? വീരയുടെ പോയി പല പല പ്രശ്നങ്ങൾ. അയ്യോ ഞാൻ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. നമ്മുടെ സന്തോഷം മറ്റൊരാൾക്ക് ഉപദ്രവം അല്ലേ? അതേ ഉള്ളു കാര്യം അല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? 70,000 രൂപയുടെ ചോദ്യമാണ്. 70,000. മോണിറ്റർ. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? 70,000 രൂപയുടെ ചോദ്യമാണ്. പിള്ളേരുകളിയല്ല, ആലോചിച്ച് ഉത്തരം പറയണം. ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി ഡൽഹി, ഓപ്ഷൻ സി അഹമ്മദാബാദ്, ഓപ്ഷൻ ഡി ചെന്നൈ, ഓപ്ഷൻ ഇ കൊൽക്കത്ത. ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. എനിക്ക് സഹായം വേണം. ആരുടെ സഹായം വേണം? കുട്ടേട്ടന്റെ ഒരു സഹായം ബാക്കിയുണ്ട്. കുട്ടേട്ടനെ തന്നെ വിളിക്കേണ്ടി വരും. ഇത് അവർക്ക് അറിയോന്ന് എനിക്ക് അറിയില്ലല്ലോ. അമൃത, എന്തോ? ഞാൻ സഹായിക്കാം. 2 ഓപ്ഷൻസ് പറയും, അതിൽ 1 ശരി ഉത്തരമാണ്. എ മുംബൈ, സി അഹമ്മദാബാദ്. അപ്പൊ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം. ഓക്കെ. ഓപ്ഷൻ എ മുംബൈ. ഓപ്ഷൻ എ മുംബൈ. മുംബൈ പോയിട്ടുണ്ടോ? മുംബൈ പോയിട്ടില്ല. RBI അവിടെയാന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ആകണമെന്നുണ്ടോ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോ എന്തായാലും മുംബൈ പോയിട്ടില്ലെന്ന് മനസ്സിലായി. പൂട്ടാമോ? പൂട്ടാം സർ. എനിക്ക് മനസ്സിലായി മുംബൈ പോയിട്ടില്ലെന്നും അതുകൊണ്ടാണ് ഇങ്ങനെ മുംബൈ ആണെന്ന് ഉത്തരം പറഞ്ഞതെന്നും തദ്വാര കരികോണിലേക്കുള്ള യാത്ര തുടങ്ങാമെന്നും എനിക്ക് മനസ്സിലാകുന്നു. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണെന്നല്ലേ? മനസ്സിലായി? തെറ്റാണെന്നല്ലേ? താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. എങ്ങനെയുണ്ട് ഇപ്പോ? ഹാർട്ട് ബീറ്റ് എങ്ങനെയുണ്ട്? സാറിന്റെ VP കൂട്ടും. കുട്ടേട്ടാ ഒന്ന് അളന്നോളൂ. കുട്ടേട്ടൻ വെറുതെ നിൽക്കല്ലേ, ബോറടിക്കാതിരിക്കട്ടെ. 113 കുറയുന്നില്ലല്ലോ അത്. ഒരു എണ്ണം കുറഞ്ഞു. 114 ആയിരുന്നു, 113 കുറച്ചുകൂടെ കുറയും. ഞാൻ ഹോസ്റ്റലിൽ ഒരു കാര്യം ചോദിക്കാം. സാധാരണ രാവിലെ കൂട്ടുകാരികളൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് മുറിയിൽ മറ്റു 2 പേരില്ല ഉണ്ടായിരുന്നല്ലോ. അപ്പൊ കൂട്ടുകാരികൾ എഴുന്നേറ്റ് പഠിക്കാതിരിക്കാൻ വേണ്ടി ശബ്ദം ഉണ്ടാക്കാതെ രാവിലെ എഴുന്നേറ്റിരുന്ന് ലൈറ്റ് ഇട്ട് പഠിക്കുന്ന സ്വഭാവക്കാരിയായിരുന്നു. ഇതുവരെ അറിഞ്ഞിട്ടുണ്ടോ? ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല. ഇല്ലയോ? ഇല്ല. പക്ഷേ ആ റൂമില് ആകെ ബോധമുള്ളത് എനിക്ക് മാത്രം. ബോധമുള്ളത് അലാറം വെക്കും. ഇവളുടെ പ്രശ്നം എന്ന് വെച്ചാ ആദ്യം 4 മണിക്കൊന്ന് വെക്കും, 4:15 ഒരെണ്ണം വെക്കും, 4:30 ഒരെണ്ണം വെക്കും, 5 മണി, 4 മണി തൊട്ടങ്ങ് 7 മണി വരെ അലാറവാ. അലാറം അടിച്ചാ എണ്ണീക്കത്തില്ല. അത് അവിടെ കിടന്ന് അടിച്ചോണ്ടിരിക്കും. എന്റെ ഉറക്കം പോവും. അവസാനം ഞാൻ എണ്ണീച്ച് വഴക്ക് പറയും. അപ്പോഴാണ് അത് ഓഫ് ചെയ്ത് വെക്കുന്നത്. ഇതൊക്കെയാണോ ഈ ഹോസ്റ്റലിൽ നടക്കുന്നത്? അതെ. ധാർമ്മിക രോഷം ഉണ്ടാവുന്നു എനിക്ക്. അപ്പൊ എന്നിട്ട് ഈ ആളുകൾ അറിയാതെ എഴുന്നേറ്റിരുന്ന് പഠിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നല്ലോ ആത്മകഥയില്.
അതായത് എൻട്രൻസിന്റെ സമയത്താട്ടോ ഇതൊക്കെ പറയുമ്പോ എനിക്ക് ചിരിയാ വരുന്നത്. അന്ന് കാണിച്ചത് ഇപ്പൊ ആലോചിക്കുമ്പോ ചിരിയാ വരുന്നത്. എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ആലോചിക്കുക. അതായത് മറ്റൊരാൾ അറിയാതെ മീൻസ് ഓരോ മിനിറ്റും അവിടെ ഇമ്പോർട്ടന്റ് ആണ്. ആരേക്കാൾ ഒന്നാമനാകുന്നു എന്നുള്ളതാണ് അവിടുത്തെ എൻട്രൻസ് എന്ന് പറഞ്ഞത്. അങ്ങനെയാണല്ലോ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴത്തേന്. അപ്പൊ രാവിലെ എണീക്കുന്നു, എത്ര പോർഷൻസ് കവർ ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ രാവിലെ കഥയൊക്കെ തുറന്നിട്ട് അവിടെ നിന്ന് ആരെങ്കിലും എണീറ്റോ എന്ന് ഞാൻ എത്തി നോക്കും, എന്നിട്ട് ഞാൻ ഇറങ്ങും, എന്നിട്ട് ഇരുന്ന് പഠിക്കും. കടക്കം വാങ്ങിച്ചു തരാം കേട്ടോ. ഒരു കാര്യം ചെയ്യും, ഇനി നമ്മൾ 80,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 80,000 ഇൻകാർ മോണിറ്റർ. പ്ലീസ് പ്ലേ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഒരു തുടർ ഭരണം കിട്ടി എന്നത് ഇന്ത്യയിലെ പുരോഗമന ശക്തികൾക്ക്, ജനാധിപത്യ ശക്തികൾക്ക് അങ്ങേയറ്റം ആവേശം പകരുന്നതാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ LDFനൊരു തുടർ ഭരണം കിട്ടിയ പുതിയ അനുഭവമാണെന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടുത്തെ തുടർ ഭരണം കിട്ടിയ തെരഞ്ഞെടുപ്പ് നേട്ടം, വിജയം ലോകം മുഴുവൻ ശ്രദ്ധിച്ചു. ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക് ആവേശം പകർന്നതാണെന്ന കാര്യം അല്ല, അതല്ല അതിന്റെ ബാക്കി കാര്യം നമ്മൾ കട്ട് ചെയ്തു. ഇത്രയും കേട്ടാ മതി. ചോദ്യം അതിന്റെ അടിസ്ഥാനത്തിലാണ്. ആരുടെ ശബ്ദമാണ് ഇത്? ഓപ്ഷൻ എ PC ജോർജ്, ഓപ്ഷൻ ബി KM മാണി, ഓപ്ഷൻ സി VD സതീശൻ, ഓപ്ഷൻ ഡി VM സുധീരൻ, ഓപ്ഷൻ ഇ MM മണി. ഒരു ഊഹമുണ്ട് മണിയാശാന്റെ ശബ്ദമാണോ എന്നാണ് തോന്നുന്നത്. പക്ഷെ ഇവിടെ KM മണി, MM മണി. KM മാണിയാണ്. സോറി കണ്ടില്ല. MM മണി, ഓപ്ഷൻ ഇ. മണിയാശാന്റെ ശബ്ദമാണോ ഈ കേട്ടത്? കൂട്ടോ കൂട്ടം സർ. മണിയാശാന്റെ ശബ്ദം ഇങ്ങനെ ഇരിക്കുവോ? അപ്പോ MM മണിക്ക് ഇതുപോലെ ശബ്ദം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ജീവിതത്തിൽ ഞാൻ ആലോചിച്ചിട്ടില്ല. അപ്പോൾ താങ്കൾ അതുകൊണ്ട് തന്നെ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഭയങ്കര സന്തോഷം. മണിയാശാന്റെ ശബ്ദമാണ്. മണിയാശൻ യഥാർത്ഥത്തില് ഈ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ജെന്യുവിനായ വ്യക്തികളുണ്ട് രാഷ്ട്രീയ രംഗത്ത്. പൊളൈറ്റ് എന്നുള്ളതല്ല, അവരുടെ ഉള്ളിലും അവര് പുറത്തു പറയുന്ന ഒന്നാ. അങ്ങനെ മണിയാശൻ ഈയിടെ സ്റ്റാർ മാജിക്കിൽ വന്നു. സൂപ്പറായിരുന്നു. അതിനകത്ത് പറഞ്ഞു, മണിയാശൻ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്നേക്കുന്നത് നിങ്ങളുടെ റേറ്റിംഗ് കൂട്ടാനാണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. അതൊരു സത്യമാണല്ലോ. അതെ, പുള്ളിക്കാരൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു. മണിയാച്ചാന്റെ അടുത്ത് കള്ളത്തരം രക്ഷിയില്ല. ഓക്കെ, അപ്പൊ എത്രയായി? ഇപ്പൊ 80,000 രൂപയായി. ഇനിയിപ്പം വലിയൊരു സർപ്രൈസിലേക്ക് പോവാണ് നമ്മൾ. 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്കാ കിടക്കുന്നത്. എന്ന് മാത്രമല്ല, കുട്ടേട്ടൻ താങ്കളുടെ തലവര ചെറുതായിട്ടൊന്ന് മാറ്റുന്നു. കുട്ടേട്ട ലെവൽ 3. പേടിയായോ? പേടിയുണ്ട്, പക്ഷെ അതിന് മേലെ സന്തോഷ. പുല്ലൂർ തൂക്കുപാലത്തിന്റെ മേളിൽ കയറി ഇന്ന ആൾക്കാരല്ലേ, ഇത്രയും പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, കല്ലടയാറ എന്റെ കീഴിൽ കൂടെ അല്ലേ ഒഴുകി പോകുന്നു അല്ലേ? അമ്മയ്ക്ക് ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട്. ചില അനൗൺസ്മെന്റ് പദ്ധതികളെ കയ്യിലുണ്ടെന്ന് കേട്ടു. ത്രിതല പഞ്ചായത്തിലേക്ക് അനൗൺസ് ചെയ്യാൻ പോയോ ഇലക്ഷൻ സമയത്ത്? എനിക്ക് ഈ മൈക്ക് കിട്ടിക്കഴിഞ്ഞാലേ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവസരം കിട്ടിയപ്പോഴത്തേനും ഞാൻ അതിപ്പോ വേണ്ടടാ, ഞാൻ സംസാരിക്കണില്ല. അപ്പം കൂട്ടുകാരൻ പറഞ്ഞു, നീ സംസാരിച്ചു, ഇതുപോലെ അവസരം കിട്ടില്ല. സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുന്നായിരുന്നു. എന്തായിരുന്നു അത്? അതായത് ഇലക്ഷൻ തീരുന്നതിന് തൊട്ട് മുന്നേ ഈ കൊട്ടിക്കലാശം ഉണ്ടല്ലോ, അപ്പൊ കൊട്ടിക്കലാശത്തിന് മൈക്കിലൂടെ അനൗൺസ് ചെയ്യാൻ പോയതാ. ആ ഒരു അനൗൺസ്മെന്റ് പീസ് ഒന്ന് കേക്കട്ടെ. നമുക്കിവിടെ 24-ലൊക്കെ ചില അവതാരകരെ ആവശ്യമുണ്ട്. ആണോ? എന്നെ വിളിച്ചോ? ഫ്രീ സർവീസ് ആണേ. 24 പൂട്ടാൻ തീരുമാനിച്ചിട്ടില്ല. എനിക്കിട്ട് വാങ്ങിയതാണല്ലോ. ഓക്കെ, ഞാൻ ശ്രമിക്കാം സാർ. കുറച്ചു നാളായല്ലോ. സ്ഥാനാർത്ഥിയുടെ പേര് പറയണോ? ഒരു പബ്ലിസിറ്റി ആയാലോ? വേണ്ട, ഞാൻ തന്നെയാണ് സ്ഥാനാർത്ഥി. നമ്മുടെ ഓരോ വോട്ടും അമൃതയ്ക്ക്, നാളേക്ക് വേണ്ടി ഓരോ വോട്ടും. ആൾക്കാര് ആരാന്നറിയില്ലല്ലോ. നിങ്ങൾക്ക് മുറിയിൽ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടോ? ഭയങ്കര സൗണ്ട് ആണ് ചില സമയത്ത്. ഫോണിൽ സംസാരിച്ച് കൂർക്കമ്പലി ഇടയ്ക്ക്. ഇയാളുടെ ലൈഫിലൂടെ ഇങ്ങനെ കടന്നുപോയപ്പോഴേ ഈ ക്ലാസ് ഇറങ്ങിപ്പോകാൻ വേണ്ടി, ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു ദിവസം കൂട്ടുകാരിക്ക് മുറിവുണ്ടെന്ന് പറഞ്ഞ് കാല് കെട്ടി വെച്ച് ടീച്ചറെ വെട്ടിച്ച് ടീച്ചർ ഇതൊക്കെ കേട്ട് ബോധം കണ്ടു. ടീച്ചർ ചാരി ഇരുന്നോളൂ. ഞാനും അമൃതയും അന്ന, ഞങ്ങള് 3 പേരും കൂടെ ആയിരുന്നു. ആരുടെ കാലാ കെട്ടി വെച്ചത്? അന്നയുടെ കാല് കബഡി കളിച്ചപ്പോ ഇങ്ങനെ മടത്തി പോയോ? അല്ല, ശരിക്കും അവളുടെ കാലിൽ ചെറിയൊരു വേദന ഉണ്ടായിരുന്നു. ആ വേദന ഞങ്ങളങ്ങ് ഭയങ്കര വലിയ വേദനയാക്കി. അപ്പം ആ സമയത്ത് നമ്മള് ക്ലാസ് കട്ട് ചെയ്യുന്നത് ഭയങ്കര വിഷയമാണ്. അപ്പം നമ്മള് മാമിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, മാം ഇങ്ങനെ അന്നയുടെ കാല് വയ്യ. നന്നായി കെട്ടി വെച്ചോ? ശരിക്കും കാല് വയ്യായിരുന്നു, പക്ഷെ ചെറിയൊരു വേദന ഉള്ളായിരുന്നു. ഹോസ്പിറ്റലിൽ പോകണം. പക്ഷെ ഞങ്ങൾ എന്നിട്ട് ശരിക്കും ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. അതെ, ഞങ്ങളുടെ ഒരു വികാരം എന്ന് പറഞ്ഞ ഫുഡാണ്. അത് മനസ്സിലായി.
നിങ്ങള് മരണത്തിന്റെ മുനമ്പിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് പോലെ ഈ ഫുഡാണ്. അതെ സർ. അല്ലെങ്കിൽ നല്ല അപ്പം മുട്ടക്കറി ഇല്ലായിരുന്നു, ദോശ മുട്ടക്കറി അല്ലേ? പക്ഷെ കട പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അങ്ങ് പൂട്ടിപ്പോയി. അത് നിങ്ങൾ പൂട്ടിക്കും. അപ്പൊ അതെ, നമുക്കൊരു കാര്യം ചെയ്യാം. രാശിയുള്ളവരാ ഞങ്ങള്. 1 ലക്ഷത്തിലേക്ക് നമ്മൾ കടക്കുന്നു. Okay. 1 ലക്ഷം രൂപ സീരിയസ്. Yes, sir. ലക്ഷാധിപതിയാകാനുള്ള അപൂർവമായ അവസരം അമൃത തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു. കരികോണിലെ മണത്തരികളെ പോലും ആവേശം കൊള്ളിച്ചുകൊണ്ട് അമൃത ഇതാ ഈ വഴിത്താറയിലൂടെ. ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നില്ല. മോണിറ്റർ പ്ലീസ്. താങ്കളുടെ ജീവിതത്തിലെ അമൃത ആരാകാനാണ് ഏറ്റവും താല്പര്യം? എനിക്ക് എന്നെ മനസ്സിലാക്കിയിട്ട് എന്റെ ഇഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവം ഇല്ലാതെ, അതാണ് എന്റെ പോളിസി ലൈഫില്. വളരെ സന്തോഷത്തോടെ ഓരോ ദിവസം മുന്നോട്ട് പോണം, നല്ല കാര്യങ്ങൾ ചെയ്തിട്ട്. അപ്പൊ ആരായാലും കുഴപ്പമില്ല, ആരായാലും കുഴപ്പമില്ലെന്നല്ല. എന്റെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ എനിക്ക് PG ജേർണലിസം ചെയ്യണമെന്ന് വല്ലാത്ത ജേർണലിസം. എന്തിനാ ചെയ്യുന്നത്? സാറിനെ പോലെ അതെ. എന്റെ അമ്മ, എന്റെ കാര്യം പോക്കാണല്ലോ. പണ്ടത്തെ ആഗ്രഹം എന്തായിരുന്നു? ആദ്യം ഇതുപോലെ തന്നെയായിരുന്നു. അങ്ങനെയല്ല, 2ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ എനിക്ക് കളക്ടർ ആവാനായിരുന്നു. ഇല്ല, അംബാസഡർ കാറൊക്കെ വന്ന് ഇറങ്ങിയിട്ട് കളക്ടർ ഇങ്ങനെ സാരിയൊക്കെ ഇട്ട് അങ്ങനെ നടന്നു വരത്തില്ലേ, ആ സംഭവമായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം 5ാം ക്ലാസ് ആയപ്പോഴത്തേനും മദർ തെരേസ ആവണോന്നായിരുന്നു. ഇനി കയ്യിലെന്തെങ്കിലും വേണ്ടേ? അതാണ്, അത് ഞാൻ മനസ്സിലാക്കി. അടുത്തിരിക്കുന്ന കുട്ടിക്ക് ഒരു പേന പോലും കൊടുക്കാത്ത ഞാൻ എങ്ങനെ സാർ മദർ തെരേസ? അതാണ് ഞാൻ ആലോചിച്ചതാണ്. കൂട്ടുകാരിക്കുമ്പോ കാര്യം മനസ്സിലായല്ലോ. എന്തായിട്ട് പേനൊന്നും ഇല്ല. നിങ്ങളെ ആയിരുന്നു ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നല്ലേ? അപ്പൊ നമ്മൾ 5ാം ക്ലാസ് കഴിഞ്ഞു എങ്ങോട്ട് പോയി? 5ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ 7, 8, 9 അതൊക്കെ അവിടെ വെച്ചാരായിരുന്നു? അപ്പൊ എനിക്കത് മാറി. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഒന്നും ആവണമെന്ന് ആഗ്രഹിച്ചില്ലല്ലേ? എനിക്ക് ആവണമെന്നുണ്ട്. ഞാൻ ഒരു കാര്യം ചെയ്യാം, 1 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് അടക്കാം, പൈസ കിട്ടട്ടെ. അതെ. ഏത് ഭൂഖണ്ഡത്തിലൂടെയാണ് നൈൽ നദി ഒഴുകുന്നത്? നൈൽ നദി കേട്ടിട്ടുണ്ടോ? നൈൽ നദി കേട്ടിട്ടുണ്ട്, പാട്ടൊക്കെ ഉണ്ടല്ലോ. അത് നൈല ഉഷയുടെ പാട്ടാ. ഓപ്ഷൻ എ ആഫ്രിക്ക, ഓപ്ഷൻ ബി അന്റാർട്ടിക്ക, ഓപ്ഷൻ സി ഓസ്ട്രേലിയ, ഓപ്ഷൻ ഡി യൂറോപ്പ്, ഓപ്ഷൻ ഇ വടക്കേ അമേരിക്ക. നൈൽ നദി എന്നുള്ള പേര് കേട്ടിട്ടുണ്ട് നന്നായിട്ട്. ഈ ഭൂഖണ്ഡം എന്ന് പറയുമ്പോഴാണ് കോണ്ടിനെന്റ്. ഏത് കോണ്ടിനെന്റിലൂടെയാണ് നൈൽ ഒഴുകുന്നത്? ഓപ്ഷൻ എ ആഫ്രിക്ക. ആർ യു ഷുവർ? ഷുവർ ആണ് സാർ. 1 ലക്ഷത്തിന്റെ ചോദ്യമാണ്, ഞാൻ പൂട്ടട്ടോ? കൂട്ടാം. ഷുവർ. ആഫ്രിക്ക ആണെന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലൂടെയാണ് നൈൽ നദി ഒഴുകുന്നത് എന്ന് ആദ്യം ഒരു വേദിയിൽ പറയുന്ന കരികോൺകാരി താങ്കളാണ്. ഉത്തരം ശരിയാണ്. ഞാനും പറഞ്ഞിട്ടില്ലല്ലോ കരികോണിന്ന്. സാർ നന്നായിട്ട് പേടിപ്പിച്ച് കൊല്ലുമല്ലോ മനുഷ്യനെ. എന്തിട്ട് മനുഷ്യനെ പേടിച്ചോ? ചെറുതായിട്ട്. എന്തിനാ പേടിച്ചേ? അല്ല, അങ്ങനെ ഒരാൾ ഇങ്ങനെ ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ ഇത് തെറ്റാണെന്ന് പറയുമ്പം എത്ര ഉറപ്പുള്ളവനായാലും ഒന്ന് പതറിപ്പോവും. ഇപ്പൊ പതറിയോ? ചെറുതായിട്ട് ഇല്ല, പറയൂ കുട്ടേട്ടാ. ഈ കുട്ടിക്ക് 5 പ്ലാനുകൾ. പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി, പ്ലാൻ ഡി, പ്ലാൻ ഇ. ഏതാ പ്ലാൻ അത്? ഞാൻ വന്നപ്പോ പറഞ്ഞില്ലേ എനിക്ക് ലൈഫിൽ ഇഷ്ടം പോലെ ആഗ്രഹം ഉണ്ടെന്ന്. അപ്പൊ അതൊക്കെ ഞാൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് പ്ലാൻ എ ടു പ്ലാൻ അങ്ങനെ വെച്ചേക്കുന്നത്. അപ്പൊ ഒരു പ്ലാൻ നടന്നില്ലേ അടുത്ത പ്ലാനിലേക്ക് പോകും? ഇല്ല, 5 പ്ലാനും ഉണ്ട്. 5 പ്ലാനും ഉണ്ട്. എല്ലാ പ്ലാനും നടത്തും. പക്ഷെ ഇച്ചിരി നമ്മള് സാധാരണക്കാരല്ലേ, നന്നായി വർക്ക് ചെയ്യേണ്ടി വരും. ഇച്ചിരി സമയം എടുത്താലും ഞാൻ അതിലൂടെ ഇത്തിരി വായ്നോട്ടം കുറയ്ക്കണം. അത് കുറച്ച് കൂടുതലാണെന്ന് ഞാൻ കേട്ടു. ആരൊക്കെ പറയുന്നേ? ഇതൊക്കെ പറയും. ഇതൊക്കെ നമ്മള് പ്രൈവറ്റ് ഡിറ്റക്റ്റീവിന്റെ കരുകോളിൽ അയച്ച് മനസ്സിലാക്കി എടുത്തല്ലേ? അങ്ങനെയൊന്നുമില്ല സാർ, നോക്കും അത്ര തന്നെ. ആരെയാ നോക്കുന്നത് സാധാരണ? അല്ല, ഞാൻ എല്ലാരും നോക്കും, 2 കമന്റ് പറയും, അതോടെ തീരും. അത് പുരുഷ വിഭാഗമാണോ സ്ത്രീ വിഭാഗമാണോ? അതിപ്പോ എല്ലാത്തിനും പറയും ഞാൻ. ഈ കമന്റ് അടിച്ച് ആരെങ്കിലും ചെകിടത്തൊക്കെ അടിച്ച് പരിചയമുണ്ടോ? ഇല്ല, ഉണ്ടായിട്ടില്ല. ബസ്സിൽ ഇപ്പൊ നമ്മൾ റോഡിൽ കൂടെ ആരെങ്കിലും ഒക്കെ ചീറി പാഞ്ഞു പോകുമ്പോഴത്തേന് ഇങ്ങോട്ട് പോവാ, അപ്പൊ ഒരാള് വണ്ടി നിർത്തിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കി, അപ്പൊ പേടിച്ച്. അതിനുശേഷം പിന്നെ പറയാറില്ല. അമൃത കമന്റ് അടിച്ചിട്ടുണ്ടോ തിരിച്ചാരെങ്കിലും? കമന്റ് അടിക്കുമ്പോ ഞാൻ തിരിച്ച് 2 കൗണ്ടർ അങ്ങോട്ട് അടിക്കും. അമൃതയ്ക്ക് എപ്പോഴും അമൃതയോട് മോശമായിട്ട് പെരുമാറി അയാളോട് തിരിച്ചു അയക്കൊരെണ്ണം കൊടുക്കാൻ പറ്റിയില്ല എന്ന് വിഷമിച്ച സന്ദർഭം ഉണ്ടായിരുന്നു? ഉണ്ട്. ഏത് സന്ദർഭത്തിലായിരുന്നു അത്? അതായത് 2020 സാർ. അതെനിക്ക് ഇപ്പോഴും പറയുമ്പോ അത് ഭയങ്കര ഒരു വിഷമോ, മീൻസ് റിയാക്ട് ചെയ്തില്ല, ഞാനൊരു സ്ത്രീ ആയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. അത് എപ്പോ പറയുമ്പോഴും നെഞ്ചിനകത്തൊരു വേദന വരും. ബസ്സിൽ വെച്ചായിരുന്നു സംഭവം? ബസ്സിൽ വെച്ചായിരുന്നു. ഒരാൾ മോശമായിട്ട് അല്ല, ഈ മോശമായിട്ട് പെരുമാറി അയാളോട് റിയാക്ട് ചെയ്യണ്ട എന്ന് അമൃത തീരുമാനിക്കുക. അമൃത ഒരു സ്മാർട്ട് കുട്ടിയല്ലേ? അമൃത മറ്റുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യത്തില്ല എന്ന് തോന്നലുകൊണ്ടാണോ? അതായത് നമ്മൾ ഈ കുഞ്ഞു പിള്ളേരെ ഗുഡ് ടച്ചും ബാഡ് ടച്ചും പഠിപ്പിക്കില്ലേ, അതുപോലൊരു ബാഡ് ടച്ച് എനിക്കുണ്ടായി. അപ്പോ ഞാൻ അറിഞ്ഞില്ല, നമ്മുടെ മടിയില് ബാഗ് ഇരിക്കുവായിരുന്നു ഹോസ്റ്റലിലേക്ക് പോവാൻ വേണ്ടിയിട്ട്.
അപ്പോ ബാഗ് ഇങ്ങനെ പൊക്കിയപ്പം ആ പുള്ളിക്കാരന്റെ കൈ എന്റെ കാലിൽ ഇരുന്നു. പെട്ടെന്ന് ഞെട്ടിപ്പോയി. നമ്മള് പ്രതീക്ഷിക്കുന്നില്ല അടുത്തൊരാൾ ഇരിക്കുന്നു. KSRTC ബസ്സിൽ ആണും പെണ്ണും ഒക്കെ അടുത്തടുത്ത് ഇരിക്കുമല്ലോ, നമ്മൾ ദൂരെ എത്രയ്ക്ക് പോകുമല്ലേ, നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കുന്നു. അപ്പം ഇത് കണ്ടു. ഞാൻ പെട്ടെന്ന് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് റിയാക്ട് ചെയ്യുന്നവരെ ഇയാളുടെ ഫോട്ടോ എടുത്തത്, ഫോട്ടോയും വീഡിയോ എടുത്തു. അപ്പൊ ഇയാള് ബാഗ് വെച്ച് ഇങ്ങനെ മറച്ചു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് എന്റെ ബാഗ് എടുത്തിട്ട് അപ്പുറത്ത് ഇറങ്ങി നിന്ന് ചോദിച്ചു, താൻ എന്താ ചെയ്തേന്ന് ചോദിച്ചു. ഇങ്ങനെ ചെയ്യാവോന്ന് ചോദിച്ചു. എനിക്ക് ദേഷ്യം, നല്ലോണം ദേഷ്യവും ഒന്നും സങ്കടം വന്നു. അപ്പൊ എനിക്ക് അടിക്കാൻ തോന്നിയില്ല. എനിക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യണം. മീൻസ് ആദ്യമായിട്ട് ഇത് ലൈഫിൽ ഉണ്ടായത്. ഷോക്കായി പോയി, വിറങ്ങലിച്ചു, പ്രതികരിക്കാൻ തോന്നിയില്ല. അപ്പൊ കണ്ടക്ടർ വന്നു, പോലീസ് സ്റ്റേഷനിൽ പോണോന്ന് ചോദിച്ചു. അപ്പോഴത്തെ ഞാൻ പേടിച്ചു. എനിക്ക് ഇതുവരെ ഞാൻ പോലീസ് സ്റ്റേഷനൊന്നും പോയിട്ടില്ല, എനിക്ക് അറിയത്തില്ല. നമ്മളിങ്ങനെ വായ കൊണ്ട് പറഞ്ഞെങ്കിലും അങ്ങനെ ഒരു സംഭവം ലൈഫിൽ ഉണ്ടായപ്പോഴത്തേന് പതറിപ്പോയി നല്ലോണം. എന്നിട്ട് അപ്പൊ പോലീസ് സ്റ്റേഷനിൽ പോണെന്ന് ചോദിച്ചപ്പോഴത്തേന് അടുത്തിരുന്ന ഒരു ആന്റി, എന്താ പറയാ, 2 മക്കളൊക്കെ ഒരു വലിയൊരു ആന്റിയാന്ന് തോന്നുന്നു, എനിക്ക് മുഖം ഓർമ്മയില്ല. അതൊന്നും പറ്റത്തില്ല, ഞങ്ങൾക്ക് അവർക്ക് ഭയങ്കര അർജൻസി ഉണ്ടായിരുന്നു. മറ്റേ മനോഭാവം മാത്രമല്ല, ഈ ബസ്സിലേക്ക് ഇരിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചു. ഞാൻ ഇപ്പോഴും യഥാർത്ഥത്തിൽ ബസ്സിൽ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. വേറെ തിരുവനന്തപുരത്തേക്ക് പോകുന്ന നമ്മൾ ഈ സ്പോട്ടിലേക്കൊക്കെ പോകുന്ന ഈ സിറ്റി സർവീസ് ഇല്ലേ, അതിലൊക്കെ കയറി പോകാൻ ഭയങ്കര രസം. അപ്പൊ അതിലേക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, കയറി ചില ആൾക്കാർ ഇരുന്ന് കഴിഞ്ഞാലേ പിന്നെ വഴിയിലൊക്കെ വെച്ച് ആൾ കൈ കാണിച്ച്, ഓ ഇവന് കൈ കാണിക്കാൻ കണ്ട നേരം എന്നുള്ള ലൈനിലാണ് നോക്കുന്നത്. ആ മനോഭാവത്തിന് മാറ്റമില്ല. വലിയ മാറ്റമില്ല. അനുഭവിച്ചപ്പം എനിക്ക് നല്ല സങ്കടം വന്നു. ആരോടും എനിക്ക് ഷെയർ ചെയ്യാനില്ല. എന്നിട്ട് ഞാൻ അപ്പുറത്തെ സീറ്റിൽ പോയിരുന്നു പൊട്ടിക്കരഞ്ഞു. മീൻസ് ഞാൻ ഭയങ്കര സെൻസിറ്റീവാ. ബോൾഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾഡ് ആണ്, സംസാരിക്കും, അതൊക്കെ ചെയ്യും. പക്ഷെ എന്തെങ്കിലും വന്നു ബോൾഡ് ഒരു മാസ്ക് മാത്രമോ, സാമൂഹിക അകലം പാലിക്കാനുള്ള ഒരു മാസ്ക് അല്ലേ, മറയാക്കി കൊണ്ടു നടക്കുന്നു. അന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞു, കുറച്ചു നേരം ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അപ്പൊ ഞാൻ കാര്യം ചോദിച്ചപ്പോ ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഫോഴ്സ് ചെയ്തപ്പോ പറഞ്ഞു ഇങ്ങനൊരു സംഭവം നടന്നു. എന്നിട്ട് എന്നെ ആ വീഡിയോ കാണിച്ചു തന്നു. റിയാക്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമമാണ്. അങ്ങനെ എന്റെ ജോളിയായിട്ട് കയറി വന്നേ. അതിനുശേഷം ഞാൻ എവിടെങ്കിലും ജീവിതത്തിൽ കണ്ടുമുട്ടിയാൽ വലുതായിട്ട് നോക്കാനല്ല, അയാൾക്ക് ഓർമ്മ നിൽക്കാൻ വേണ്ടി ഇടത് കൈക്കുറ. ഇനി ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞതാ, അങ്ങനെ വല്ല ഉണ്ടായ ഞാൻ അക്രമത്തിന് പ്രേരിപ്പിച്ചൊന്നും എന്റെ പേര് കേസ് കൊടുക്കരുതാണ്. ഇല്ല, ഞാൻ അവളെ അഡ്വക്കേറ്റ് ആക്കാൻ വെച്ചേക്കോ, എന്റെ കേസ് വാദിക്കാൻ. ആണല്ലേ, പുള്ളിക്കാരി ആവും ആക്കും ഞാൻ. അപ്പൊ ഞാൻ കേസ് ഉണ്ടാക്കിയാലും അവള് ജയിലിൽ കിടക്കും മിക്കവാറും. അവള് അതിനുള്ള സാധ്യതയുണ്ട് അല്ലേ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് 2 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് കിടക്കാം. 2 lakhs മോണിറ്റർ. ഒരു ദൃശ്യം നമുക്ക് കാണാം, അങ്ങോട്ട് നോക്കിക്കോളൂ. ഒരു ആശ്വാസം ഉണ്ടായിരുന്നു പാട്ട് കേട്ടപ്പോ അല്ലേ. ഇത് ഏത് ചിത്രമാണെന്ന് മനസ്സിലായോ? ഉറുമി. ഈ ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ആരാണ്? ഓപ്ഷൻ എ ഗോപി സുന്ദർ, ഓപ്ഷൻ ബി ദീപക് ദേവ്, ഓപ്ഷൻ സി ഷാൻ റഹ്മാൻ, ഓപ്ഷൻ ഡി ഔസേപ്പ് ബച്ചൻ, ഓപ്ഷൻ ഇ ബേണി ഇഗ്നീഷ്യസ്. പാട്ടറിയാം, പാട്ട് ആസ്വദിച്ചു, സിനിമയും കണ്ടിട്ടുണ്ട്, സംഗീത സംവിധാനം മാത്രം അറിയില്ല. അതാണ് ഇവിടുത്തെ ചോദ്യം നിർഭാഗ്യവശാൽ. 2 ലക്ഷം രൂപയുടെ ചോദ്യമാ. ബി സീരിയസ്. ഞാൻ സീരിയസ് ആണ് സാർ. എനിക്ക് മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലാവുന്നു. ഒരു പിടിവള്ളി അവിടെ ബാക്കിയുണ്ട്. അവർക്കറിയാമോ എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ സംശയം. താങ്കളെ വിശ്വാസിയാണോ? ഇപ്പോൾ അല്ല. ആയിരുന്നു. അപ്പൊ ആരെ പിടിച്ച് ആണയിടാൻ പോകുന്നത് ഇപ്പൊ? അത് ഓട്ടോമാറ്റിക്കലി വരും. അതൊരു എന്താ പറയാ, സമയമെടുക്കും. ഓക്കെ, ആ പ്രക്രിയക്ക് സമയമെടുക്കും. അപ്പൊ ഒരു കാര്യം, പിടിവള്ളി എടുക്കുന്നു. പിടിവള്ളി വേണം. പാടി നോക്കിയാൽ അത് ആരുടെ പാട്ടായിരിക്കും? അങ്ങനെ നോക്കിയതാ. അമൃത ഒന്ന് പാടി നോക്ക്. വേറെ പാട്ട് വരെ സാറിന് വേണ്ടി സ്പെഷ്യൽ പാട്ടൊക്കെ ഉണ്ടോ? ഒരു സ്പെഷ്യൽ പാട്ട് പാടി. ONV സാറിന്റെ സരയുവിലേക്ക് എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. ശ്രീരാമൻ സീതാദേവി ഉപേക്ഷിക്കുന്നതാണ് സന്ദർഭം. ഓക്കെ. നിൻ സ്വച്ഛ ശാന്തമാം ആത്മഹൃദത്തിനഗാധതയിലെപ്പോഴും ഉദയഗിരിയിൽ സൂര്യനണയുന്നു, പിന്നെയും ഉന്നിദ്രമാകുന്നു മന്ദാരപത്രങ്ങൾ. മുടികോതി മലർച്ചൂടി ശുഭ്രനീഹാര മുഖപടമാർന്നു നിൽക്കുമീ സൗമ്യയാം പ്രകൃതിയിൽ. എവിടെ മിഴിയെത്തുന്നിതവിടെയെല്ലാം എന്റെ ദേവികെ വിഭക്താംഗലേഖയായി കാണു ഞാൻ. അടവിയിൽ ഉപേക്ഷിച്ചതാരെ ഞാൻ ഇന്നലെ
പിന്നെ ആഹാ തിരിച്ചു പോയി. ഓക്കെ, അപ്പൊ നമ്മളിനി സംഗീത സംവിധാനത്തിലേക്ക് മടങ്ങി വന്നാൽ 2 ലക്ഷം രൂപയുടെ ചോദ്യമായി പോയി. പിടിവള്ളി എടുക്കുന്നു. പിടിവിളി വേണം, ആ പിടിവിളി വേണം സാർ. വേണം. ഞാൻ പറയാം ആരാണ് ഈ പാട്ടിന്റെ സംഗീത സംവിധായകൻ. ഗോപി സുന്ദർ, ദീപക് ദേവ്, ഷാൻ റഹ്മാൻ, ഔസേപ്പ് ബച്ചൻ, ബെണി ഗ്രീഷ്. അറിയില്ല. ഡൗട്ടാ. അറിയില്ലേ? ആ നിങ്ങള് ഗൗരവമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ടാവുമ്പോ ഞാൻ വിചാരിച്ചു ഇപ്പൊ പറയുമെന്ന്. ഓക്കെ, നല്ല നല്ല ബെസ്റ്റ് പിടിവള്ളി കേട്ടെ. നിങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഈ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഒക്കെ കാണണം, എന്നാലേ നിങ്ങൾക്ക്. പാട്ട് കാണാറുണ്ട്. അമ്മ അതിന്റെ കട്ട ആരാധികയാ, മിയക്കുട്ടിയുടെ. എന്നിട്ടാണോ ഇത് പറയാത്തത്? അതെ, ഒരു ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, തെറ്റിയാൽ 10,000 രൂപ കിട്ടും, പിന്മാറിയാൽ 50,000 രൂപ കിട്ടും. ഒന്ന് പാടി നോക്കൂ. വരിയും മറന്നുപോയല്ലോ. ചിമ്മി ചിമ്മി മിന്നി തിളങ്ങണ വാറൊളിക്കണ്ണനക്ക്, പൂവരിശു പൂത്ത കണക്കാലി അഞ്ചുന്ന ചേലനക്ക്, നട നട നടക്കുന്ന അത്ര അറിയത്തോളൂ. നിങ്ങൾക്ക് കിട്ടിയോ? നിങ്ങൾ ഇടയ്ക്ക് എന്തോ പറഞ്ഞല്ലോ. ഞങ്ങള് നോക്കിയതാണ് ആരാണെന്ന്, ആ ആലോചിച്ചതാ. എന്നിട്ട് നോക്കിയോ? ആരാന്ന് കിട്ടിയോ? ഇല്ല. ഇല്ല, പാട്ടൊക്കെ അറിയാം, പക്ഷെ ഇതൊന്നും അറിയില്ല. ആ നിങ്ങളൊക്കെ ടോപ്പ് സിംഗർ ഒക്കെ കാണൂ. ആ അമ്മ കാണും. എന്നിട്ട് അമ്മക്ക് എന്താ പറയാൻ പറ്റത്? എനിക്കറിയില്ല. ഓക്കെ, ക്വിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് കറക്റ്റ് ആൻസർ പറഞ്ഞാൽ ശരിയായി കഴിഞ്ഞാൽ എനിക്ക് നെഞ്ചുവേദന എടുക്കും. ആണോ? പിന്നെ മണി ഷെയർന്നൊരു കളിയുണ്ട്. അതായത് 2 ഉത്തരം എടുക്കാം, 2 ഉത്തരം എടുത്ത് പകുത്തു വയ്ക്കാം. 2 ലക്ഷം രൂപ പകുത്തു വയ്ക്കും. അപ്പോ അതിൽ ഏതെങ്കിലും പണം വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഉത്തരം ശരിയുണ്ടെങ്കിൽ, 2 ഉത്തരത്തിൽ ഏതെങ്കിലും ശരിയുണ്ടെങ്കിൽ നമുക്ക് ആ പൈസ എടുത്ത് കരുകോണിലേക്ക് യാത്രയാകാം. ദീപക് ചേട്ടനായിട്ട് മുന്നോട്ട് പോട്ടെ. ആ മുടിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആരുടെ മുടി? ദീപക് ചേട്ടന്റെ. ഓക്കെ, പൂട്ടട്ടോ ഞാൻ? ഓപ്ഷൻ ബി ദീപക് ദേവ് സാർ. പൂട്ടട്ടോ? പൂട്ടിക്കോ സാർ. ആ മുടിയാണ് ഓർമ്മ വരുന്നത്. ആ ഒരു പ്ലസന്റ് ആയിട്ടുള്ള ചിരി. പൂട്ടിയല്ലോ. പൂട്ടി. ആ മുടി കൊണ്ട് മുടിയാൻ പോവാ. അയ്യോ, ദീപക് ചേട്ടന്റെ മുടിയാണ് താങ്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോ പാട്ടിന്റെ സംവിധായകനെ ആലോചിച്ചപ്പോൾ ഒരാളുടെ മുടിയിൽ കയറി കാര്യങ്ങൾ കണ്ടെത്തിയ ആദ്യത്തെ അഞ്ചൽ സ്വദേശിനി താങ്കളാണ്. ഞാനായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അഞ്ചലേക്കുള്ള യാത്ര സുഗമമാകുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയിലൂടെ താങ്കൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഉത്തരം ശരിയാകുന്നു എന്ന് പറയാൻ കഴിയാത്ത രീതിയിൽ ആലോചിക്കുമ്പോൾ ഉത്തരം ശരിയാണ്. എങ്ങനെ സാർ ഇങ്ങനെ പറയാൻ പറ്റുന്നു? ശരിയാകുന്നു, ശരിയാകുന്നില്ല. ദീപക് ദേവ് ആണ് ശരി ഉത്തരം. ഞാൻ ചോദിച്ചില്ലേ ടോപ്പ് സിംഗർ ഒക്കെ കാണാറില്ല, അവിടെ സ്ട്രീം എന്ന് പറയുന്ന ആളാരാണ്? നിങ്ങൾ വിചാരിച്ച അവിടെ പാട്ടുണ്ടല്ലോ. ടീച്ചർക്കും ആ ബുദ്ധി പോയില്ലല്ലേ? ഓക്കെ, ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലെ ഒരു ജഡ്ജല്ലേ അദ്ദേഹം? അല്ലേ? മധുചേട്ടനുണ്ട്. ആ എല്ലാ ചേട്ടന്മാരും ഇവിടെ ഉണ്ട്. MG ചേട്ടനുണ്ട്. ഓക്കെ, പറയൂ കുട്ടേട്ടാ. അമൃതയുടെ അനിയത്തി പാർവതി ജനിച്ച സമയത്ത് അമൃത വീട് വിട്ടിറങ്ങി പോയിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? അതെന്ത് പറ്റി? അതായത് അമ്മയുടെ അച്ഛന്റെ ആദ്യത്തെ കുട്ടിയാണല്ലോ ഞാൻ. അപ്പൊ എന്റെ 3 വയസ്സ് കഴിഞ്ഞിട്ടാണ് വാവ വരുന്നത്. വാവയെന്നാ വിളിക്കുന്നത് കേട്ടോ. അപ്പൊ വാവ വന്നു. അപ്പൊ അമ്മയുടെ വയറ്റിലായ സമയത്ത് ഞാൻ എന്നും പോയി തടവും. അമ്മ വാവ ഇപ്പൊ വരും, വാവ ഇപ്പൊ വരും, ഒരു ഉമ്മയൊക്കെ കൊടുക്കും. വാവ വന്നപ്പോ എല്ലാരും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ഒരു കവറിന്റെ അകത്ത് എന്റെ ഒരു ബോയും 2-3 ഉടുപ്പ് നിക്കറൊക്കെ ഇട്ടിട്ട് സ്റ്റെപ്പ്, പഴയ വീടായിരുന്നു കേട്ടോ. അപ്പൊ സ്റ്റെപ്പ് ഇറങ്ങി അങ്ങ് പോയി. എങ്ങോട്ട് പോയി? എവിടെ വരെ പോയി? റോഡിലേക്ക് പോയി. അപ്പൊ അച്ഛൻ വന്ന് എടുത്തോണ്ടിഞ്ഞു പോന്ന്. യാത്ര പറഞ്ഞതാ? അതെ. അല്ല, ഇനി ഇവിടെ എന്നിട്ട് കാര്യമില്ല. എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ. ഇത്രയും നാള് ഞാനായിരുന്നല്ലോ ആ വീട്ടിലെ രാജാവ്. അപ്പൊ പുതിയ ഒരാള് വന്നപ്പോഴത്തേന് അതങ്ങനെ എനിക്ക് തോന്നി. അങ്ങനെ പോയത് ഫീൽ ചെയ്തു. കുഞ്ഞുങ്ങളല്ലേ? ഹോസ്റ്റലിൽ നിന്ന് വല്ല ഇതൊക്കെ എടുത്ത് പുറത്തിറങ്ങിയിട്ടുണ്ടോ? ഹോസ്റ്റലിൽ നിന്ന് വഴക്കൊക്കെ ഉണ്ടാക്കും അല്ലേ? നമുക്കിനി 3 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് കിടക്കാം. 3 lakhs. ഇനി ലക്ഷങ്ങളുടെ കളിയിലേക്ക് നമ്മൾ പോവാണ്. സൂക്ഷിച്ച് കേട്ടോ. ഓക്കെ, മോണിറ്റർ. അതായത് ചോദ്യം ഇതാണ്: ഇന്ത്യൻ പ്രസിഡന്റ് അഥവാ ഇന്ത്യൻ രാഷ്ട്രപതി രാജിവെക്കുകയാണെങ്കിൽ ആ രാജിക്കത്ത് ആർക്കാണ് കൈമാറേണ്ടത്? ഓപ്ഷൻ എ പ്രധാനമന്ത്രി, ഓപ്ഷൻ ബി ലോക്സഭാ സ്പീക്കർ, ഓപ്ഷൻ സി ഉപരാഷ്ട്രപതി, ഓപ്ഷൻ ഡി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഓപ്ഷൻ ഇ അദ്ദേഹത്തിന് രാജിവെക്കാനാവില്ല. ഞാൻ ഇത് വായിച്ചതായിരുന്നു.
എനിക്ക് അരണ ബുദ്ധിയാണ് സർ. വായിച്ചു കഴിഞ്ഞാൽ അതിലെ വെള്ളത്തിൽ വരച്ച വരയണക്ക. അരണയുടെ ബുദ്ധിയാണോ? അതെ. ചോദിച്ചു കഴിഞ്ഞാൽ അരണയെ വളർത്തുന്നുണ്ടോ? അരണക്കുഞ്ഞുങ്ങളുണ്ട്. ഉണ്ട്. എന്തിനാ രാജി വെക്കുന്നത് എന്ന് ആലോചിച്ചോളായിരുന്നു. അങ്ങനെയല്ല, അവര് രാജി വെക്കും. ആർക്കാണ് കൊടുക്കുന്നത്? ഓരോരുത്തർക്കും ഓരോന്നുണ്ടെന്ന് എനിക്ക് അറിയാം. ആ, പക്ഷെ ആ പേരാണ് ഇതിന്ന് കണ്ടുപിടിക്കേണ്ടത്. പഠിക്കുന്ന കാര്യം വൃത്തിയായിട്ട് പഠിച്ചില്ലെങ്കിൽ ഇതുപോലെ കൺഫ്യൂഷൻ വരും. ഫുൾ കൺഫ്യൂഷൻ ആണല്ലോ. തെറ്റിയാൽ 20,000 രൂപ കയ്യോടെ കിട്ടും, പിന്മാറിയാൽ 1,00,000 രൂപ കിട്ടും. 100,000. എനിക്ക് മുന്നോട്ട് പോണോ? നിർബന്ധമാണോ? എങ്കിൽ ശരി ഉത്തരം പറഞ്ഞു. എനിക്ക് 2 ഉത്തരങ്ങൾ ആണ് ഞാൻ പറയാം സാർ. എനിക്ക് ഒരെണ്ണം മതി. അല്ല, എനിക്ക് 2 ഉത്തരങ്ങളാണ്. ഒരെണ്ണം അങ്ങ് മനസ്സിൽ ഹോൾഡ് ചെയ്തോളൂ, ഒരെണ്ണം പുറത്തേക്ക് വിട്ടോളൂ. കൺഫ്യൂഷൻ ആണോ? എനിക്ക് 2 ഉത്തരം അറിയാം. അതിൽ ഏതാണ് ഒന്നെന്ന് എനിക്ക് അതിൽ ഒന്നാണ് കറക്റ്റ് ആൻസർ. അത് പറയൂ. കറക്റ്റ് ആൻസർ ഒക്കെ പറഞ്ഞാ പോരെങ്കിൽ ഞാനിപ്പോ ഇറങ്ങി പോവേ. അയ്യോ പോവല്ലേ, എനിക്ക് തന്നെ ബോറടിക്കും. അയ്യോ. ഓപ്ഷൻ എ പ്രധാനമന്ത്രിയായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. കൂട്ടാമോ? എന്റെ ലൈഫിൽ ആദ്യത്തെ ഒരു ക്രൂഷ്യൽ മൊമെന്റ്. ഇങ്ങനെ ഞാൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലേ ഒളിച്ചോടലാണ്. ഇങ്ങനെ ഫേസ് ചെയ്യത്തില്ല. ഭയങ്കര പേടിയാ. തെറ്റായാലും ശരിയായാലും ഞാൻ പറയാ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഞാൻ എന്തോ വന്നാലും നേരിടും. രാഷ്ട്രപതി രാജിവെക്കുകയാണെങ്കിൽ രാജിക്കത്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കൊടുക്കണം എന്നാണ് താങ്കൾ പറയുന്നത്. കൂട്ടാം. കരുത്തയല്ലേ? കരുത്തയാകും ഞാൻ. ആയില്ലെങ്കിൽ ആയും. കരുത്തയാണ് താങ്കൾ. കരുത്തയാണ്. നിങ്ങൾ ടെൻഷനിലാണോ? അതെ. നിങ്ങൾക്ക് അറിയാമായിരുന്നോ? ഇല്ല. ഓക്കെ, പിന്നെ നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അല്ല, എന്നാലും ടെൻഷൻ ഉണ്ട്. അമ്മയ്ക്കുണ്ടോ ടെൻഷൻ? ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് എത്ര ടെൻഷൻ വന്നാലും ഇവിടെ അതിനുള്ള മരുന്ന് ഇരിപ്പുണ്ട്. ദോശയും മുട്ടക്കറി ഇവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഒരു അമ്മയ്ക്ക് ആ പ്രശ്നമില്ല കേട്ടോ. അപ്പൊ താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. തെറ്റാണെന്നല്ലേ? ഞാൻ മെന്റലി ഫിസിക്കലി പ്രിപ്പയർഡ് ആയോ? ഐ ആം വെരി സോറി. യുവർ ആൻസർ ഈസ് റോങ്. അങ്ങനെ ഒരു രാജി സാഹചര്യം ഉണ്ടായാൽ ആ രാജി ഉപരാഷ്ട്രപതിക്കാണ് കൊടുക്കേണ്ടത്. ഉപരാഷ്ട്രപതി കസേര ഇല്ലെങ്കിൽ അത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കൊടുക്കാം. പക്ഷേ ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് രാജിവെച്ചാൽ ആ രാജിക്കത്ത് ആർക്ക് കൊടുക്കണമെന്നായിരുന്നു. അപ്പോൾ ഭരണഘടനാപരമായി ഉപരാഷ്ട്രപതിക്കാണ് കൊടുക്കേണ്ടത്. എനിക്ക് അറിയില്ലായിരുന്നു സാർ. പഠിച്ചതിലെ മിസ്റ്റേക്ക് ആയിരുന്നു. വണ്ടിക്കൂലിയുണ്ട് നമ്മുടെ. അത് മതി. അതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുക്കുക. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളിവിടെ വന്നു സംസാരിച്ചു. കരുകോണിൽ ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെന്ന് അറിഞ്ഞു. ലെവൽ 3 വരെ എത്തി മത്സരിച്ചു. പലയിടത്തും അടിതെറ്റി വീഴാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അവിടെയൊക്കെ നമ്മള് വളരെ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷെ നമ്മൾ ലാസ്റ്റ് ഇപ്പൊ ഒരു ഇടി ഇടിച്ചു. ഈ ഇടിയും നമ്മൾ രക്ഷപ്പെടും. ഓക്കെ, അപ്പൊ താങ്കൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഞാൻ നേരുന്നു. ഓക്കെ, അപ്പൊ താങ്കൾ മിടിക്കുകയാണ്, നന്നായി സംസാരിക്കുന്നു, നല്ല സ്മാർട്ടാണ്. കൂട്ടുകാരിയും സ്മാർട്ടാണ്. കൂട്ടുകാരുടെ ഫുൾ നെയിം എങ്ങനെയാ? മിഷ ജോർജ്. മിഷ ജോർജിന്റെ വീട് എവിടെയാന്നാ പറഞ്ഞു? കുന്തല. അപ്പൊ താങ്കൾ ഓക്കെ അല്ലേ? പെർഫെക്റ്റ്ലി ഓക്കെ. ഞാൻ കളിക്കാൻ വേണ്ടി വന്നു. എനിക്ക് സാറിന്റെ കൂടെ കളിക്കണമായിരുന്നു. നമ്മുടെ മത്സരം കഴിഞ്ഞാലുടൻ അമ്മയ്ക്കായിട്ട് ദോശയും മുട്ടക്കറി റെഡിയാണ്. ഓക്കെ അമ്മ, ഇതൊക്കെ ഒരു മത്സരമായിട്ട് എടുക്കാവൂ, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഓക്കെ അല്ലേ? ഷാർജയിൽ ഇരുന്ന് അദ്ദേഹം കാണുന്നുണ്ടാവും അല്ലേ? അച്ഛാ, മകളിങ്ങനെ മത്സരിച്ചു അവസാനം വരെ അല്ലേ? അപ്പൊ നമുക്ക് താട്ടു പോയാലോ? ലെവൽ 1. അപ്പോ ദിസ് ഗ്രേറ്റ് 20,000 ഞാൻ ഒപ്പിട്ടു. ഇനി നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് നിന്നാൽ നമുക്ക് യാത്രയൊക്കെ പറഞ്ഞ് പിരിയണ്ടേ? ഓക്കെ, അമൃത മൈജി നൽകുന്ന 20,000 രൂപയുടെ ചെക്ക് വാങ്ങിക്കുക. സർട്ടിഫിക്കറ്റ് പാർട്ടിസിപ്പേഷൻ, ഇതാണ് ഏറ്റവും പ്രധാനം കേട്ടോ. അമൃത എക്സസ് ഫോർ പാർട്ടിസിപ്പേഷൻ ദ ഫ്ലവേഴ്സ് 1 കോടി. ദാറ്റ് ഈസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. ഓക്കെ, അപ്പൊ അമൃത നല്ല കുട്ടിയാണ്, മിടുക്കിയായിട്ട് വരൂ. ഓക്കെ, നല്ല മിടുക്കി കുട്ടിയായിട്ട് വരിക. അപ്പൊ കരികോണിന്റെ അഭിമാനമായിട്ട് വളരുക. സ്വപ്നങ്ങളൊക്കെ സാഫല്യത്തിലെത്താൻ വേണ്ടി പ്രയത്നിക്കുക. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, പ്രയത്നിക്കണം. ഓക്കെ, അപ്പൊ ഇതുവഴി വിജയത്തിന്റെ വഴിയാണ്. പറഞ്ഞു ഒരുപാട് നേരം പോയല്ലേ? ഇന്ന് ഇത്രയും മതി. ഗുഡ് ബൈ.